കോട്ടണിൽ ഏറ്റവും കൂടുതൽ റീസ്റ്റോക്ക് വരുന്ന ഐറ്റം ആണ്. 299 തൊട്ട് നമുക്ക് കളക്ഷൻസ് ഉണ്ട്. മംഗളഗിരി കോട്ടൺ പാന്റ് നിങ്ങളുടെ കയ്യിലുള്ളത് ഏതെങ്കിലും വെച്ചാൽ മതി, ബാക്കിയൊക്കെ സെറ്റ് ആണ് ഇവിടെ. അപ്പൊ അവിടെ കൂരി പോകണം. ആന നീലയായി മാറിയിട്ട് ഇവിടെ വന്നപ്പോ അടിയിലെ ബോർഡറിന്റെ കളർ ഇങ്ങനെയായിരിക്കും ഇതിന്റെ ലുക്ക് വരുന്നത് കേട്ടോ. നിങ്ങൾ ഞാൻ ഇട്ട ഒരു ഹാൻഡ് വർക്ക് നിങ്ങൾ ശ്രദ്ധിച്ചോ ഇല്ലെന്ന് എനിക്കറിയില്ല. ഇതിന്റെ വർക്കാണ് കുറച്ച് എനിക്ക് എടുത്ത് കാണിക്കാനുള്ളത്. ഇപ്പൊ ഇവരെ താര വർക്ക് ഒരു ഹിറ്റ് ഡിസൈൻ ആണ് വന്ന് മെഗാ ഹിറ്റ് തന്നെ ഇങ്ങനെ വെച്ചൊന്ന് കാണിച്ചു കൊടുക്ക്. ദുപ്പട്ട മാത്രം കാണിച്ചു കൊടുക്കാണ്ട് കണ്ട ഫുൾ സ്ലീവിലാണ് ഈ ഒരു വർക്ക് വന്നിരിക്കുന്നത്. കാണണ്ട നീ ഇതൊക്കെ അത് പറയുമ്പോ ശരിക്കും പറയാം എനിക്ക് വിചാരിച്ചിട്ടുണ്ടായിരുന്നു, ആഗ്രഹം ഞാൻ വിചാരിച്ചിട്ടില്ല. ഹായ് ഗായ്സ്, ഇന്നത്തെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് എറണാകുളത്ത് തന്നെയാണ് കേട്ടോ. എറണാകുളത്ത് നമ്മൾ സ്ഥിരം വരാറുള്ള സ്ഥലത്ത് തന്നെയാണ്. പക്ഷെ ഈ പ്രശ്ന കട എന്ന് പറയുമ്പോൾ ഒരു പുതുമയുണ്ട്. പുതുമ എന്ന് പറയുമ്പോൾ കടയുടെ ഒരു പ്രത്യേകത കൊണ്ടല്ല, കട ഒന്നുകൂടിയും ഡെവലപ്പ് ആക്കിയതിൻ്റെ ഒരു പ്രത്യേകതയാണ്. അപ്പം നമ്മൾ എക്സാക്ട്ലി നിൽക്കുന്ന ഒരു ലൊക്കേഷൻ എന്ന് പറയുമ്പോൾ ഈ ഒരു ഗോപാലപ്രഭു റോഡ് ജംഗ്ഷൻ ആട്ടോ, നാലുകൂടിയ ജംഗ്ഷനാണ്. TD റോഡ് അതുപോലെ ഗോപാലപ്രഭു റോഡ് ഇതൊക്കെ വഴി മുട്ടുന്ന ഒരു റോഡാണ്, ഒരു ജംഗ്ഷനാണ്. അതിൻ്റെ അടുത്ത് 10 അടി ഡിസ്റ്റൻസിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. യെസ്, മോഫ ക്ലോത്തിങ്. അത് പുതുമ എന്ന് വെച്ചാൽ ഇവർ ഓൾറെഡി നല്ല എക്സ്പീരിയൻസ് ഉള്ളതാണ്. പക്ഷേ ഇപ്പം നമ്മൾ നമ്മുടെ വീഡിയോയിൽ ഇവരുടെ കളക്ഷൻസ് കാണിക്കാൻ പോണത് ആദ്യമായിട്ടാണ്. ഇനോഗ്രേഷന് വന്നത്, അത് കഴിഞ്ഞിട്ട് പിന്നെ ഇപ്പോഴാണ് കാണുന്നത്. 3 മാസമൊക്കെ ആയിട്ടുണ്ട്. പക്ഷേ ഇവർ ഈ ഒരു വളർച്ച കാണുമില്ലേ, അസൂയുണ്ട്, സന്തോഷമുണ്ട്. അത് നമുക്ക് അകത്ത് ചെന്ന് അറിയിക്കാം. എന്തായാലും നമ്മൾ ആ വഴിക്കുള്ള റോഡ് പറഞ്ഞില്ല, അത് മേനക വഴിക്ക് നമുക്കാണെങ്കിൽ അവിടെ നിന്ന് ഇങ്ങോട്ട് കടക്കാം. അതുപോലെ തന്നെ MG വഴിക്കാണ് കയറുന്നത്. MG റോഡ് വഴിയാണെങ്കിൽ ആ സൈഡായിരിക്കും എളുപ്പമുണ്ടോ നിങ്ങൾക്ക് വരാനായിട്ട്. അപ്പോൾ അവിടെ നിന്ന് അങ്ങോട്ട് പിടിച്ചാൽ മതി. അത് ഇവിടുന്ന് അധികം ഇല്ല കേട്ടോ, ഇവിടുന്ന് കാണും നമുക്ക് MG റോഡിൻ്റെ ആ മെയിൻ വഴി കാണാൻ പറ്റും. അപ്പോൾ എങ്ങനെ പോയാലും നിങ്ങൾക്ക് ഇപ്പം ട്രെയിൻ വഴിക്കാണെങ്കിൽ ആ സൈഡ്, അതുപോലെ തന്നെ ബസ് ഓട്ടോ വഴിക്കാണെങ്കിൽ ഈ സൈഡിൽ നിന്നാണ് വരുന്നത്. പിന്നെ വണ്ടിയായിട്ട് വരുന്നവർക്ക് ഇതാ ഇവിടെ കാർ പാർക്കിംഗ് സൗകര്യമുണ്ട്. അപ്പോൾ പിന്നെ ഒന്നിനും ബുദ്ധിമുട്ടില്ല. എന്തായാലും കയറി നോക്കാം, ചെന്ന് നോക്കാം. 3 ഫ്ലോർ മൊത്തം മോഫ ക്ലോത്തിങ്ങിൻ്റെ വെറൈറ്റീസ് ആണ്. ഞാൻ ഇട്ടിരിക്കുന്നതും അവരുടെ ഒരു കളക്ഷൻ തന്നെയാണ് കേട്ടോ. വരൂ. പിന്നെ ഇപ്പം ഓണമാണ്, അതുകൊണ്ട് ഓണത്തിൻ്റെ കുറേ ധാവണി കളക്ഷൻസ് ഒക്കെ വന്നിട്ടുണ്ട് കണ്ടോ. ഇതിപ്പോൾ ഇങ്ങനെ സാരി ആയിട്ടുള്ളതുണ്ട്, അങ്ങനത്തെ വേണമെങ്കിൽ അങ്ങനത്തെ അല്ലാത്ത നോർമൽ ആയിട്ടുള്ളതും ഉണ്ട് കേട്ടോ. നമുക്ക് ധാവണി സെറ്റ് അല്ല, ജസ്റ്റ് ഇങ്ങനെ ഒരു ടോപ്പ് ആൻഡ് പാവാട. അപ്പം നമുക്ക് ഉള്ളിൽ കയറി നോക്കാം അല്ലേ. ഇനി ബാ, അടിപൊളി. എന്നാ ഇനോഗ്രേഷൻ കഴിഞ്ഞ് പോയതാ, പിന്നെ ഞാൻ വരുന്നത് ഇപ്പോഴാണ്. ഇനോഗ്രേഷനൊക്കെ എങ്ങനെയുണ്ടായിരുന്നു? തിരക്ക് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു? എങ്ങനെയായിരുന്നു? അടിപൊളിയായിരുന്നു. ഇപ്പൊ എനിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ടല്ലേ? അന്ന് കണ്ടതാ, പിന്നെ എന്താ സംഭവിച്ചേ അല്ലേ? അതൊന്നും ഒരു വിഷയമല്ല അതല്ലേ. ഓക്കെ, നമ്മുടെ എന്താ ഓണത്തിന് സ്പെഷ്യലായിട്ട് എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ? അതുപോലെ പിന്നെ നമുക്ക് ധാവണീസ് ഉണ്ട്, ടോപ്പ് ഓൺലി കളക്ഷൻ ഉണ്ട്, ഫ്രോക്സ് ഉണ്ട്, എല്ലാം ഉണ്ട്. എല്ലാം വെറൈറ്റി എത്തിച്ചിട്ടുണ്ട്. ഇനോഗ്രേഷൻ കഴിഞ്ഞിട്ട് ഏകദേശം ഒരു 3 മാസം. 3 മാസമായി. 3 മാസം. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഞാൻ ഇപ്പൊ വരുന്നത് പുതിയതായിട്ട്. പക്ഷെ ഇവിടത്തെക്കാളും കൂടുതൽ എക്സ്പീരിയൻസ് ഇവർക്കുണ്ട്. 8 വർഷമായി. 8-9 വർഷത്തെ ഒരു എക്സ്പീരിയൻസ് ഉണ്ട്. അത് പല സ്ഥലത്തായിരുന്നു. ഇവരെ ശരിക്കും പറഞ്ഞാൽ വളർച്ച, ഇവരാണ് ശരിക്കും വളർച്ച കാണേണ്ടത്. ഇവരുടെ വളർച്ചയാണ് ശരിക്കും കാണേണ്ടതെന്ന് പറയില്ലേ. വളർച്ച കണ്ട് അസൂയ ഉണ്ടോ ചോദിച്ചാൽ അസൂയുണ്ട്, സന്തോഷം ഉണ്ടോ ചോദിച്ചാൽ സന്തോഷമുണ്ട്. അങ്ങനെയാണ് ഇവരുടെ ഒരു ലൈഫ്, ഇവരുടെ ഒരു ഇത്ര കൊല്ലത്തെ എക്സ്പീരിയൻസ് എങ്ങനെയുണ്ടായിരുന്നു ഈ ഒരു എന്താ പറയുക ഇത്രയും കൊല്ലത്തെ 8 വർഷത്തെ ഒരു ജേർണി എന്ന് പറയുന്നത്? അടിപൊളിയായിരുന്നു. അപ്പ് ആൻഡ് ഡൗൺ ഉണ്ടായിരുന്നു. കോവിഡിന് ശേഷമാണ് നമുക്ക് നല്ലൊരു ഇത് കിട്ടിയത്. ഇപ്പൊ അടിപൊളിയായിട്ട് പോണു. ചെറിയൊരു ഇതിൽ നിന്നും വലിയൊരു ഈ 3 ഫ്ലോർ ആയിട്ടുള്ള ഒരു ബിൽഡിംഗ്, ഈ ഒരു ഷോപ്പ് തുടങ്ങിയത് തന്നെ നിങ്ങളെല്ലാവരെയും സപ്പോർട്ട് കൊണ്ടാണ്. അതേപോലെ തന്നെ നിങ്ങളും ഇപ്പൊ ചെറിയ ബിസിനസ് ഒക്കെ ആയിട്ട് സ്റ്റാർട്ടപ്പ് ചെയ്ത് നിൽക്കുന്നവരാണെങ്കിൽ ചെറിയ ടിപ്പുകളൊക്കെ ഇവരും പറഞ്ഞു തരും. അപ്പൊ നിങ്ങൾക്ക് ഉയർച്ചയിൽ വരുന്നത് വെച്ചാൽ ഇവിടുത്തെ കളക്ഷൻസ് എടുത്ത് വെച്ചാൽ മതി അല്ലെ. എത്രയോ പറയാനുള്ളൂ. അടിപൊളി കളക്ഷൻസ് ആണ്. പിന്നെ റേറ്റിന്റെ കാര്യം ഞാൻ പറയുന്നില്ല. നമ്മൾ കഴിഞ്ഞ പ്രാവശ്യമൊക്കെ റേറ്റ് പറഞ്ഞിട്ടുണ്ട്. ഈ പ്രാവശ്യം എന്ന് പറയുമ്പോൾ സ്റ്റാർട്ടിംഗ് റേറ്റ് പറയാൻ ഉദ്ദേശിക്കുന്നില്ല. കുഴപ്പമില്ല, 299 തൊട്ട് നമുക്ക് കളക്ഷൻസ് ഉണ്ട്. അപ്പോൾ 299 തൊട്ട് ഇവിടെ കളക്ഷൻസ് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ 299ന്റെ കളക്ഷൻസ് ഇതിന്റെ ഇടയിൽ കാണിക്കുന്നതായിരിക്കും. അതൊക്കെ നിങ്ങൾ വഴി കാണാം. ഇനി നമുക്ക് കുറച്ച് കളക്ഷൻസ് കണ്ടാലോ? അതിനേക്കാൾ മുന്നേ ഇത് 3ാമത്തെയാണ്. അതിന്റെ രണ്ടെണ്ണം എന്തായി നിൽക്കുന്നു. ഒരു ഹായ് പറഞ്ഞടാ കുട്ടികളെ, സുന്ദരി കുട്ടികളെ ഒരു ഹായ് പറയടാ. നീ ഇതിൽ നോക്കിയിട്ട് ഒരു ഹായ് പറയ്. ക്യൂട്ട് കുട്ടികള് ഭയങ്കര ബിസിയാണ്. അവര് ബില്ലിങ് അടിച്ചോട്ടെ അല്ലേ. പിന്നെ നമുക്ക് എന്തെങ്കിലും പറയാനുണ്ടോ? ഒന്നുമില്ല. ഇപ്പൊ എന്തായി വൈഫ് ഇങ്ങനെ ഇപ്പൊ ഞങ്ങൾ കുട്ടികളെ നോക്കിയിരിക്കുന്നുണ്ടായിരുന്നു. ഓക്കെ, ഇതാണ് ഇവരുടെ ബില്ലിംഗ് സെക്ഷൻ. അപ്പോൾ നമ്മുടെ ഫുൾ ടൈം നമ്മുടെ കൂടെ തന്നെ ഉണ്ടാവാറുണ്ട്. അവിടെ അന്ന് ആ ഷോപ്പ് ഉള്ളപ്പോൾ തൊട്ട് നമ്മുടെ കൂടെ ഉണ്ട് അല്ലേ ആള്. ഇങ്ങോട്ട് പിടിച്ചോട്ടെ ഞാൻ. നീ അവിടെ റെസ്റ്റ് എടുത്തോ, അതാണ് നല്ലത്. ഓക്കെ, അപ്പം തുടങ്ങില്ല, നമുക്ക് പൊളിക്കുക. എവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യണ്ടേ?
നമുക്ക് കോട്ടൺ ലൈൻ സ്റ്റാർട്ട് ചെയ്യാം. ആ ഓക്കെ, ഇവിടെ തന്നെ സ്റ്റാർട്ട് ചെയ്യാം. പിന്നെ ഈ ഒരു ഡിസ്പ്ലേ ഇട്ടതിന്റെ ഉദ്ദേശം എന്താ? നമുക്കിപ്പോ കസ്റ്റമേഴ്സ് വരുമ്പോൾ എല്ലായിടത്തും അടിച്ച് കാണിക്കേണ്ടതിന് കുറച്ചും കൂടി എളുപ്പമല്ലേ ഇങ്ങനെ ചെയ്യുന്നത്. ഇങ്ങനെ ചെയ്യാം. അപ്പൊ ഇതിങ്ങനെ കണ്ടു കഴിഞ്ഞാൽ അതിന്റെ സെറ്റ് നമ്മൾ എടുത്തു. അപ്പൊ ശരിക്കും പറഞ്ഞാൽ ഇങ്ങനെ കാണിക്കണ്ടേ? ഇതിൽ തന്നെ എല്ലാം കാണിച്ചാൽ മതിയല്ലോ. കാണിച്ചാൽ മതിയുള്ളൂ. ഓക്കെ, തുടങ്ങിക്കോ. എടുക്കട്ടെ? എടുക്കെടുക്ക, ഞാൻ എടുക്കൂല, എനിക്ക് കുമ്പിടാൻ വഴിയാത്തണ്ടല്ലോ, സുഖണ്ടേ? പറ. ഇത് നമുക്ക് കോട്ടണിൽ ഏറ്റവും കൂടുതൽ റീസ്റ്റോക്ക് വരുന്ന ഐറ്റാണ്. ഒരുപാട് കസ്റ്റമേഴ്സ് ഒരുപാട് ചോദിക്കുന്ന ഐറ്റാണ് ഈ ഐറ്റം. ഇതിലെന്ന് കളേഴ്സ് എന്ന് പറയുമ്പോൾ ഒരു പേസ്റ്റൽ കളേഴ്സിലാണ് കൂടുതൽ നമുക്ക് ഇത് വന്നിരിക്കുന്നത് വിത്ത് ലേസിന്റെ ഡീറ്റെയിലിംഗ്. അതുപോലെ തന്നെ ഈ ഒരു കാര്യത്തിൽ പറയുകയാണെങ്കിൽ ഇവരുടെ ഓൺ പ്രൊഡക്ഷനും കൂടിയാണ് അല്ലേ? ഓൺ പ്രൊഡക്ഷൻ ഐറ്റംസ് കൂടിയാണ്. അപ്പൊ എത്ര പീസ് ബൾക്ക് പീസ് വേണമെങ്കിലും നിങ്ങൾക്ക് അവൈലബിൾ ആണ്. ഈ ഒരു കളക്ഷൻ കണ്ടോ, കോട്ടണിലാണ്. അതുപോലെ ഫ്രണ്ട് മാത്രമല്ല ബാക്കിലും ഇങ്ങനെ വർക്ക്. ഇനി ഏത് എടുക്കണം, ഏത് കളർ എടുക്കണോ, അല്ലെങ്കിൽ എല്ലാം എടുക്കണോ എന്നൊരു കൺഫ്യൂഷൻ ഉണ്ട്. ഒരു കൺഫ്യൂഷൻ വേണ്ട. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടതാണെങ്കിൽ അതിലത്തെ ഒരു സെറ്റ് ഫുൾ എടുക്കണം. ഒരു സെറ്റ് എന്ന് പറയുന്നത് അതെ, M2XX അങ്ങനെ ഒരു സെറ്റ് തന്നെ എടുക്കണം. പിന്നെ പിന്നെ നമുക്ക് മൽച്ചന്തേരിയിൽ നമുക്ക് ഒരുപാട് കസ്റ്റമേഴ്സ് ഇപ്പോഴും നമുക്ക് എൻക്വയറി ഉള്ള റൈറ്റ് ആണ്. മൽച്ചന്തേരി എന്ത് വന്നാലും 2 പീസ് ആണെങ്കിലും 3 പീസ് ആണെങ്കിലും ഇപ്പൊ ടോപ്പ് ഓൺലി ആണെങ്കിലും നമുക്ക് മൽച്ചന്തേരിയിൽ ഏറ്റവും കൂടുതൽ കസ്റ്റമേഴ്സ്. മൽച്ചന്തേരി കുറച്ച് ഡിമാൻഡും കൂടുതലാണ്. ഒരുപാട് നല്ല നല്ല കളേഴ്സിലാണ് നമുക്ക് കൂടുതൽ. ഈ ഒരു കളർ ഇപ്പൊ നമുക്ക് ട്രെൻഡിങ് ആയിട്ട് നിൽക്കുന്നതുകൊണ്ട് തന്നെ എപ്പോഴും ട്രെൻഡിങ് ആയിട്ട് നിൽക്കുന്ന ഒരു കളറാണ്. ഇതിപ്പോ ഏത് പാറ്റേണിൽ ഏത് മെറ്റീരിയൽ തയ്ച്ചാലും ഇതാണ് ഏറ്റവും മെയിൻ കളർ ആയിട്ട്. ഈ കളർ അല്ലാത്ത കളേഴ്സും എല്ലാം പോകുന്നുണ്ട്. അല്ലെങ്കിൽ കൂടുതൽ കസ്റ്റമേഴ്സ് ചോദിച്ചു വരുന്ന കളർ ഈ ഒരു ബ്രിക്ക് ഓറഞ്ച് ആ ഒരു കളറാണ്. എന്ത് പറയാനായിട്ട്, എല്ലാവർക്കും വേണ്ടത് അത് തന്നെ. കളർ ഇട്ടാ മെറ്റീരിയൽ പിന്നെ എല്ലാത്തിലും ഉണ്ട്. പിന്നെ വരുന്ന കളക്ഷൻ നമുക്കിത് കോട്ടൺ ആണ്. കോട്ടണിൽ ഫുൾ പ്രിന്റ് ആയിട്ട് വരുന്നത് കേട്ടോ. ഇതില് എനിക്ക് തോന്നുന്നു കോളർ നെക്ക് ആണ് വരുന്നത് അല്ലെ? അതിലത്തെ ഒരു പീസ് എടുത്തോളാം. ഇത് നമുക്ക് ഒരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു ഐറ്റം ആണ്. ഒരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി. അപ്പൊ നമ്മൾ ആ സ്റ്റാർട്ടിംഗ് റേറ്റ് പറഞ്ഞില്ല, ചിലപ്പോൾ അതിന്റെ ഇടയിലൊക്കെ ഇതൊക്കെ പെടുന്നതായിരിക്കും. എത്രയാ റേറ്റ് എന്ന് നമ്മൾ എക്സാക്ട് പറയുന്നില്ല. അതൊക്കെ നിങ്ങൾ വന്ന് നോക്കുക. പിന്നെ ഇത് കൂടാണ്ട് ഓൺലൈൻ ഫെസിലിറ്റീസ് ഇല്ലേ? വീഡിയോ കോൾ അവൈലബിൾ ആണ്. വീഡിയോ കോൾ അവൈലബിൾ ആണ്. അതുപോലെ തന്നെ ഇപ്പൊ ഞാൻ നിൽക്കുന്നത് സൺഡേയിലും ഓപ്പൺ ആണ്. അത് സീസൺ സമയത്തൊക്കെ ഞായറാഴ്ച ദിവസം ഓപ്പൺ ആണ്. അല്ലാത്ത ദിവസമൊക്കെ നമുക്ക് എല്ലാ ദിവസവും അവൈലബിൾ ആണ്. അതിപ്പോ പൂട്ടണതിന് ഒരു സമയം പരിധി ഇല്ല. അതൊക്കെ നിങ്ങളാണ് വന്ന് പൂട്ടേണ്ടത്. തീർച്ചയായും നമ്മളെപ്പോഴും എത്ര എക്സ്ട്രാ സമയം. അപ്പൊ ഷട്ടർ പൂട്ടുന്നത് നമ്മള്, ഷട്ടർ ഓപ്പൺ ആക്കണത് അവര് അല്ലേ? ഓക്കെ, അടുത്തത് പെസ്റ്റലിൽ നോക്കണേ. ഇത് നമുക്ക് ഒരുപാട് നമുക്ക് നല്ല ഹാൻഡ്ലൂം കോട്ടണില് നമുക്ക് എന്താ പറയാ, ഹാൻഡ്ലൂമില് ഈ എംബ്രോയിഡറി വർക്ക്, അതുപോലെ തന്നെ ഹക്കോബേര ഡീറ്റെയിലിംഗ് ഇതിൽ ചെയ്തിട്ടുണ്ട്. ഈ ഒരു ദാമന്റെ പോർഷനിൽ ഒരുപാട് റീസ്റ്റോക്ക് വന്നായിട്ട് ഒരുപാട് കസ്റ്റമേഴ്സ് എപ്പോഴും ചോദിക്കുന്ന ഒരു ഐറ്റാണ് ഇത്. കാരണം ഹാൻഡ്ലൂം കോട്ടൺ ഏത് കാലാവസ്ഥയൊക്കെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റിയ ഒരു ഐറ്റാണ് അല്ലേ? അപ്പൊ അതിന്റെ കളേഴ്സ് ആണ് ഇപ്പൊ ഈ ഇരിക്കുന്ന കളേഴ്സ് കേട്ടോ. അപ്പൊ ഇതില് മീഡിയം, ലാർജ്, XL, XXL അങ്ങനെ പ്ലസ് സൈസസ് അവൈലബിൾ ആണോ, അല്ലെങ്കിൽ നിങ്ങൾ നമുക്ക് ചോദിക്കുന്ന അനുസരിച്ച് നമ്മൾ കൊടുക്കുന്നുണ്ട്. പിന്നെ ഇത് കൂടാണ്ട് ഇവിടെയും ഒരുപാട് കളക്ഷൻസ് ഒക്കെ ഇരിക്കുന്നുണ്ട്. എല്ലാം നല്ല കോട്ടൺ, ഫുൾ കോട്ടൺ ആണ് വരുന്നത്. ഫുൾ കോട്ടൺ. അതുപോലെ ഇവിടെയും ഇരിക്കുന്നത് ചന്തേരിയിൽ വരുന്ന ഒരു ഐറ്റം. അത് കാണിക്കാം. ഇത് ഫുൾ ഈ കാണുന്നതൊക്കെ സാമ്പിൾസ് ആണ് കേട്ടോ. അപ്പുറത്തും കാണുന്നത് സാമ്പിൾസ് ആണ്. നിങ്ങളൊക്കെ ഒന്ന് വന്ന് നോക്കുക, ഇഷ്ടപ്പെടാം. അതേപോലെ തന്നെ ഓണമായതുകൊണ്ട് കുറച്ച് വൈറ്റ്, വൈറ്റ്, ഓഫ് വൈറ്റ് അങ്ങനത്തെ കളക്ഷൻസ് ഒക്കെ ഉണ്ട്. ഈ വൈറ്റ് എന്ന് പറയുന്നത് തുറന്ന് കാണിക്കാം. നമുക്ക് ഒരുപാട് പ്രിന്റ് വർക്ക് മാത്രം വ്യത്യാസങ്ങൾ വരുള്ളൂ. ക്ലോത്ത് സ്റ്റിച്ചിങ് ഒക്കെ വന്നായിരുന്നു. ഓക്കെ, ഇത് വൈറ്റും ഓഫ് വൈറ്റും ഉണ്ടോ? അല്ലെങ്കിൽ നമുക്ക് ഈ ഒരു തുണി മിൽക്ക് വൈറ്റ് ആണ് ഇത് വരുന്നത്. തുണി അടിപൊളിയല്ലേ? എത്ര പറഞ്ഞാലും ഒരു രക്ഷയില്ല. മത്സ്യന്റെ നമ്മുടെ അടുത്ത് ക്ലോത്തിൽ ഏറ്റവും കൂടുതൽ സ്റ്റിച്ചിങ്ങിലും ക്ലോത്തിൽ ഏറ്റവും കൂടുതൽ കസ്റ്റമേഴ്സ്. എനിക്ക് തോന്നുന്നത് പ്രൊഡക്ഷനിലാണ് ഇവർ മെയിൻ ആയിട്ട് ഫോക്കസ് ചെയ്യുന്നത് കൂടുതൽ. അതുപോലെ ഹാൻഡ് വർക്കിന് തന്നെ ഒരു ഫ്ലോർ ഫുള്ളാണ്. ഇതിപ്പോ ഒരു സെക്ഷൻ നിസ്സാരം നിങ്ങൾ വന്ന് കാണുമ്പോൾ ഒരു സാമ്പിൾ എന്ന് പറയില്ലേ, ആ ഒരു സംഭവമാണ്. മുകളിലത്തെ 2 ഫ്ലോറിൽ നിറഞ്ഞിരിക്കുകയാണ് കളക്ഷൻസ്. അപ്പൊ ഇത് മൽച്ചന്തേരി അല്ലേ? അതെ, മൽച്ചന്തേരി. അതില് ടോപ്പ് മാത്രമാണ്. ഇനി നിങ്ങൾക്ക് ടോപ്പ് ബോട്ടം വിത്ത് ദുപ്പട്ട വേണമെങ്കിൽ അങ്ങനെയുണ്ട്. 3 പീസ് ഉണ്ട്, 2 പീസ് ഉണ്ട്, സിംഗിൾ പീസും അവൈലബിൾ ആണ് കേട്ടോ. ഇങ്ങനത്തെ കളക്ഷൻസ് ഇത് മൽച്ചന്തേരി. പിന്നെ ഈ കാണുന്ന കളക്ഷൻസിൽ ഇപ്പൊ നമുക്ക് ഹക്കോബ, കാന്ത വർക്ക് അങ്ങനത്തെ സംഭവങ്ങളൊക്കെയാണ്. ജസ്റ്റ് ഒന്ന് വന്നിട്ട് ഈ ഒരു ഹക്കോബ എന്നാ ഞാൻ എന്നെ എടുത്ത് കാണിച്ചപ്പോ ഹക്കോബരെ ഈ കളർ ലെവൻഡർ അടിപൊളിയാണ്. നടുക്കിന്ന് എടുക്കു കൂട്ടി അങ്ങനെ പറയില്ലേ, ഞങ്ങൾക്ക് എക്സ്പീരിയൻസ് ഉള്ളതാണ് അല്ലേ? ഇത് ഹക്കോബയിൽ വരുന്നത് കേട്ടോ. ഇതാണ്
മെയിൻ ആയിട്ട് പറയാനുള്ളത്. ഈ ഒരു സംഭവം കാണിച്ചോ. ഈ ഒരു ഇത് നമ്മളൊരു എത്രയാണെന്ന് എനിക്കറിയില്ല സത്യം പറഞ്ഞാൽ. ഒരുപാട് റീസ്റ്റോക്ക് വന്ന ഐറ്റാണ് ഈ ഒരു ഐറ്റം. ഈ ഐറ്റം നമുക്ക് എത്ര വന്നെന്ന് എനിക്ക് പറയാൻ പറ്റില്ല, അത്രയും റീസ്റ്റോക്ക് വന്ന ഒരു ഐറ്റാണ്. ഒരുപാട് എൻക്വയറികൾ നല്ല എല്ലാ ഇപ്പൊ വന്നാലും ഒരുപാട് നല്ല പോകുന്ന ഒരു അതെ, റീപ്രൊഡക്ഷൻ ചെയ്ത് അതെ അതെ മാഡത്തിനോട് പറയാൻ മാഡം പറയും ഇത് മാത്രമേ ഉള്ളൂ. അങ്ങനെയാണ് ഈ ഒരു സംഭവം. ഇനി നമുക്ക് അപ്പുറത്തെ സൈഡും കുറച്ച് ഇരിക്കുന്നത്, അതും കൂടി ഒന്ന് കാണിച്ചു കൊടുത്താലോ. ഓക്കെ, ഇവര് കളക്ഷൻസ് ഞാൻ പെട്ടെന്ന് കാണിച്ചു തീർക്കാണ് ചെയ്യുന്നത്. കാരണം എന്ന് വെച്ചാൽ 2 ഫ്ലോർ ഇനിയും ഉണ്ട്. പെട്ടെന്ന് ലെങ്തി ആവേണ്ട നമുക്ക് കുറച്ചുകൂടി കളക്ഷൻസ് കാണിക്കാം. ഇതില് ഈ ഒരു സംഭവം എന്ന് പറയുന്നത് നമ്മുടെ ചെട്ടിനാടൻ കോട്ടണിൽ വരുന്ന ഒരു ഇത് നമുക്ക് ഒരുപാട് മംഗൾഗിരി കോട്ടൺ. അതവിടെ മുതലാളിക്ക് സഹിക്കുന്നില്ലേ, പേര് മാറ്റി പറഞ്ഞെങ്കിൽ ശരി. അവിടെ മംഗൾഗിരി കോട്ടൺ ഒരുപാട് വെറൈറ്റി കളേഴ്സ് ആണ് നമ്മൾ ഈ പ്രാവശ്യം കൊണ്ടുവന്നിരിക്കുന്നത്. ഇത് അടിപൊളിയായിട്ടല്ലേ. നോർമൽ ഒരു എന്താ ട്രഡീഷണൽ, ഇപ്പൊ ഈ ഒരു ട്രഡീഷണൽ വെയർ ആണല്ലോ കൂടുതൽ എല്ലാവരും ഫോക്കസ് ചെയ്യുന്നത്. അപ്പൊ അതിൽ ട്രഡീഷണൽ വെയറിന്റെ കളേഴ്സും നല്ല കളർ ഷെയ്ഡാണ് വരുന്നത് കേട്ടോ. ഒക്കെ അതും സിംഗിൾ കുർത്തി മാത്രമാണല്ലേ ഇത് വരുന്നത് മെയിൻ ആയിട്ട്. ശരിക്കും ഒരു സാരി ഉടുക്കണവർക്ക് സാരി ഉടുക്കുക. ഇതിന്റെ തന്നെ സാരിയുടെ പകരം വരുന്ന ഒരു പകരം തന്നെ പറയാൻ പറ്റുള്ളൂ കേട്ടോ, അല്ലേ. അടിപൊളി. പിന്നെ ഓണം ആയതുകൊണ്ട് ഇനി നമുക്ക് ഈ ഒരു കളക്ഷൻ കൂടി കിടക്കാം. നമുക്ക് ഓണം മാത്രമല്ല, ഓണം കഴിഞ്ഞിട്ടും ഉടുക്കാൻ പറ്റിയിട്ടുള്ള കുറച്ച് കളക്ഷൻസ് ഒക്കെ ഉണ്ട് ഇവിടെ. നമുക്ക് ഓണത്തിന്റെ ഒരുപാട് കുർത്തീസ് ഇപ്പോൾ നമുക്ക് കുർത്തീസ് അതിൽ പാച്ച് വർക്ക് അല്ല, ശരിക്കും ആക്ച്വലി ഇതിൽ എന്താ പറയുക, കട്ട് വർക്ക് വന്നിട്ടുണ്ട്, എംബ്രോയിഡറി വർക്ക് വന്നിട്ടുണ്ട്, അങ്ങനത്തെ കുറച്ച് ഡീറ്റെയിലിംഗ് ഒക്കെ ഇതിൽ പോയിട്ടുണ്ട് കേട്ടോ. ഈ ഒരു എന്താ പറയുക യോക്കിൻ്റെ പോർഷനിലും മാത്രം അതിൻ്റെ തന്നെ ഈ ഒരു സെയിം ഇത് ടിഷ്യൂലാണ് കേട്ടോ വരുന്നത്. ടിഷ്യൂല് ഓവറോൾ നോക്കുകയാണെങ്കിൽ എ ലൈനിൽ പ്ലെയിനിൽ ഇതിൻ്റെ ടോപ്പ് പോർഷൻ മാത്രമാണ് ഈ ഒരു വർക്ക് വന്നിരിക്കുന്നത്. പക്ഷേ ഇതെല്ലാതും അതല്ല, ഇതിൽ ഈ ഇങ്ങനത്തെ പാച്ച് വർക്ക് വരുന്നുണ്ട്. ഇതും ടിഷ്യൂല് തന്നെയാണ് കേട്ടോ. അങ്ങനെ ഒരുപാട് മോഡൽസ് വരുന്നുണ്ട്. ടിഷ്യൂല് തന്നെ മെയിനായിട്ട് എ ലൈനാണ് കേട്ടോ വരുന്നത്. പാൻറ് നിങ്ങളുടെ കയ്യിലുള്ളത് ഏതെങ്കിലും വെച്ചാൽ മതി, ബാക്കിയൊക്കെ സെറ്റാണ് ഇവിടെ, അല്ലേ. ഓക്കെ, ഇനി നമുക്ക് മുകളിലേക്ക് പോയാലോ. ഈ ഐറ്റം ഞാൻ പുറത്തുനിന്ന് കാണിച്ചു. ഇതിന്റെ ആക്ച്വലി ഇതിൽ പുറത്തുനിന്നുള്ള ലുക്ക് അതെ, ഇത് ആക്ച്വലി നമുക്ക് പുറത്തുനിന്നുള്ള ലുക്കാണ്. പക്ഷെ ഇതിന്റെ സ്റ്റോക്ക് ഇരിക്കുന്നത് ഇഷ്ടം പോലെ മുകളിലല്ല സ്റ്റോക്ക്. അത് പോയി നോക്കാം നമുക്ക്. ഞാൻ നേരത്തെ പറഞ്ഞ ആ ഒരു ഇഷ്ടം പോലെ സ്റ്റോക്ക് എന്ന് പറഞ്ഞില്ലേ, ആ നേരത്തെ ഡിസ്പ്ലേ വെച്ചിരിക്കുന്നതിന്റെ സ്റ്റോക്കും ഡിഫറെന്റ് കളേഴ്സ് ആണ്. ഇത്രയും ബൾക്കായിട്ട് ഇരിക്കുന്നത്. എത്ര പീസ് വേണമെങ്കിലും ഉണ്ടെന്ന് ഓണത്തിനുള്ളത് അല്ലെ. ഫുൾ സെറ്റാണ് ഞങ്ങൾ ഓണത്തിന് പ്രിപ്പയർഡ് ആയിട്ട് ഇരിക്കുന്നത്. ഓണം തുടങ്ങി. അതും മാത്രമല്ല നമുക്ക് ഒരുപാട് കോട്ട് സെറ്റ് കളക്ഷൻ നമുക്ക് ഇവിടെ. ഇപ്പൊ ഈ ഒരു സെക്ഷൻ മൊത്തം ഇരിക്കുന്നത് 2 പീസ് ആണ് കൂടുതൽ മെയിൻ ആയിട്ട് ഫോക്കസ്. മോളിത്തെ ഫ്ലോർ ആണെങ്കിൽ സിംഗിൾ കുർത്തി. ഓക്കെ, അപ്പൊ ഈ ഒരു കോട്ട് സെറ്റിന്റെ കളക്ഷൻസ് ഓണം അവിടെ നിൽക്കട്ടെ. അതായത് അതിന്റെ ഇതൊക്കെ കാണിച്ചു. അല്ലാത്ത കുറച്ച് വെറൈറ്റീസ് കോട്ട് സെറ്റ് ഒരുപാട് ഇപ്പോൾ നമുക്ക് ഏറ്റവും കൂടുതൽ മൂവിങ് ഉള്ള ഐറ്റം നമുക്കിപ്പോൾ ഒരുപാട് കസ്റ്റമേഴ്സ് ചോദിക്കുന്നുണ്ട്. ഇത് നല്ലൊരു ഹാൻഡ്ലൂം കോട്ടണില് കോറ കോട്ടണിൽ ഇതിൽ ഫുൾ എംബ്രോയിഡറിയുടെ ഡീറ്റെയിലിംഗ് ആണ് കേട്ടോ വന്നിരിക്കുന്നത്. അതുപോലെ ഇത് കോട്ട് സെറ്റ് ആകുമ്പോൾ പാന്റും ഉണ്ടാവില്ല, ഇതിൽ വിത്ത് പാന്റ് അടക്കമാണ് വരുന്നത്. അതിൽ തന്നെ ഡിഫറെന്റ് വരുന്നുണ്ട് അല്ലേ. ഓക്കെ, കോറ കോട്ടണിൽ ഭയങ്കര ട്രെൻഡിങ് ആണ് കേട്ടോ. ഇപ്പൊ ഈ ഓണത്തിന്റെ സമയത്ത് കോറ കോട്ടണിൽ ഡിഫറെന്റ് വർക്കിലൊക്കെ ഇഷ്ടം പോലെ എന്ന് പറഞ്ഞാൽ ഇഷ്ടം പോലെ വരുന്നുണ്ട്. അതുപോലെ നമുക്ക് ഈ ഒരു ഐറ്റം ഇതും അതെ ത്രെഡ് വർക്കാണ് കംപ്ലീറ്റ് ചെയ്തിരിക്കുന്നത്. നമുക്ക് ഒരുപാട് കസ്റ്റമേഴ്സ് റിപ്പീറ്റ് ആയിട്ട് ചോദിച്ചു വരുന്നത് ഒരു ഐറ്റം കൂടിയാണല്ലോ ഈ വരുന്നത്. അപ്പൊ ഇതും 2 പീസിന്റെ ആണ്. ഡിഫറെന്റ് കളേഴ്സ് ഉണ്ട്. അതിലും വൈറ്റ് ഉണ്ട്, പക്ഷെ വൈറ്റ് കാണിക്കാണ്ട് ഞങ്ങൾ വേറൊരു കളറിലേക്കാണ് പിടിച്ചിരിക്കുന്നത്. അതിലിതാ ഇപ്പൊ 4 ഷെയ്ഡ് വരുന്നുണ്ട് കേട്ടോ. 4 ഡിഫറെന്റ് ഷെയ്ഡ്സ്. ഇഷ്ടമുള്ള ഷെയ്ഡ് വേണമെങ്കിൽ പിക്ക് ചെയ്യുക. ഓണം ആയതുകൊണ്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ വൈറ്റ് പിക്ക് ചെയ്യുക, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇത് വേണമെങ്കിൽ ഇത് ചൂസ് ചെയ്യുക. ഓണം ഒരു തവണയേ ഉള്ളൂ. ഒരു തവണ എന്ന് പറഞ്ഞാൽ 10 ദിവസം എന്ന് പറയുമ്പോൾ അത്രയും ആറുമതിക്കാനുള്ള ദിവസമാണ് അല്ലേ. ഓക്കെ, ഇനി നമുക്ക് ഓണം കളക്ഷനിൽ വന്നിരിക്കുന്ന ഒരു ഐറ്റാണ് വൈറ്റ്. ഇത് ഓപ്പൺ ചെയ്താൽ അത് ഞാൻ കറക്റ്റായിട്ട് കാണിച്ചു തരാം. ഓക്കെ, ഈ കവറിൽ വൈറ്റ് ആകുമ്പോൾ ഫുൾ കവറിലായിരിക്കും, അല്ലാത്തത് മാത്രമാണ് കവറില്ലാണ്ടിരിക്കുള്ളൂ. എൻ്റെ പൊന്നെ, ഇത് എടുക്കാൻ എളുപ്പമല്ല. ഇവരിങ്ങനെയാണ് തുറക്കണേ അല്ലേ. കേട്ടോ, അങ്ങനെ കുട്ടി പഠിച്ചു. ഇത് നമുക്ക് ഒരുപാട് കളറിൽ വന്നാണ് ഈ ഒരു ഐറ്റം. എപ്പോ വന്നാലും നമുക്ക് ഈ ഐറ്റം ഇപ്പൊ വന്നാലും നമുക്ക് നല്ലോണം പോകും. ഇത് ആക്ച്വലി ഇവരുടെ കയ്യിൽ നിന്ന് മാത്രമല്ല കേട്ടോ, ഇത് ഓൺലൈനിലും ഒരുപാട് സെല്ലാവുന്നത്. ഇപ്പൊ ഇൻസ്റ്റയിലും ഇപ്പൊ ഓൺലൈൻ പേജ് സ്റ്റാർട്ട് ചെയ്തവരില്ലേ, അവിടെ ഒരുപാട് മൂവിങ് ആയിട്ടുള്ള സംഭവം ഇവിടുന്ന് മേടിച്ചിട്ടാണ് അവർ സെല് ചെയ്യുന്നത്. അത് വേറെ കാര്യം. പക്ഷെ ഇത് ഭയങ്കര ട്രെൻഡ്. അത് നന്നായി ഒരുപാട് റീസ്റ്റോക്ക് വരുന്നു. പ്രത്യേകിച്ച് റെഡില് ഗോൾഡൻ ബൂട്ടാസ് അല്ലേ, നല്ല മെറൂണില് ബ്ലാക്കില് ബൂട്ടാസ്. ഇതൊക്കെ ഫോയിൽ പ്രിന്റ് ആണ് കേട്ടോ. ഇത് പറഞ്ഞാൽ ഫ്രണ്ടും ബാക്കും ഒക്കെ വരുന്നുണ്ട്. 2 പീസിന്റെ കളക്ഷനാണ് വരുന്നത്. അതേപോലെ ഇത് ഒരു കോട്ടന്റെ കളക്ഷൻ. ഈ ഒരു കോട്ടന്റെ പ്രത്യേകത എന്ന് പറയുമ്പോൾ ഒരു ലേസിന്റെ ഡീറ്റെയിലിംഗ് കൊടുത്തിട്ടുണ്ട്. ഫ്ലവേഴ്സ് ഉണ്ട്, എംബ്രോയിഡറിയുടെ ഫ്ലവേഴ്സ് വരുന്നുണ്ട് കേട്ടോ. ഫ്രണ്ടില് മൊത്തം ആ വർക്ക്, ആ സ്ലീവിലും മൊത്തം ആ വർക്കൊക്കെ തന്നെയാണ് കേട്ടോ വരുന്നത്. ലുക്ക് വൈസ് അടിപൊളിയാണ്. ഇട്ടാ പിന്നെ വൈറ്റ് ഇട്ടാൽ ആരായാലും ഒന്ന് സുന്ദരിയാവും. പിന്നെ എന്താ
ഇത് നമുക്ക് നല്ല മൂവിങ് ആണ്. ഇത് ഇപ്പൊ നല്ല മൂവിങ് ഒരുപാട് ആയിട്ടുള്ള പോകുന്ന item ആണ്. ഒക്കെ സ്ട്രൈറ്റ് ഫിറ്റിലാണ് നല്ല വരുന്നത് വിത്ത് ലൈനിങ് ആണ്. അതുപോലെ തന്നെ ഇതിന് അതിലൊരു 3 ഒരുപാട് ഷെയ്ഡ്. colours, ഈ 4 പിങ്ക് shade. വേണ്ട, പിങ്ക് വിട്. ഈ ഒരു ഷെയ്ഡ് നോക്ക് നിങ്ങള്, നല്ലൊരു പീച്ച് ഷെയ്ഡ്. ഈ ഒരു ബ്ലൂ, എന്നാ അടിപൊളി ഒരു Sky വേറെ blue. ഷെയ്ഡ് സ്കൈ ബ്ലൂ. ഇതും നല്ല മൂവിങ് ആയിട്ടുള്ള ഷെയ്ഡുകളാണ് മെയിൻ ആയിട്ട് പറയാനുള്ളത് കേട്ടോ. ലാവൻഡർ. ഓ നോക്കിയേ, 3 ഡിഫറെന്റ് ഷെയ്ഡ്. സൂപ്പർ ആയിട്ടില്ലേ? 4 ഷെയ്ഡ് എന്തായാലും ഒരു സംഭവം സ്റ്റിച്ച് ചെയ്ത് അത് എന്തായാലും അതിലുണ്ടാവും അല്ലെ? അതുപോലെ ഇത് ഇപ്പൊ നമുക്ക് ഒരുപാട് കസ്റ്റമേഴ്സ് ആവശ്യപ്പെട്ട് ഒരു ഇതാണ് അല്ലെ? ഓക്കെ, നമുക്കിത് ബഡ്ജറ്റ് ഫ്രണ്ട്ലിയുള്ള ഒരു ഐറ്റം ആണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ടോപ്പ് ആൻഡ് ബോട്ടം. ഇതിന്റെ 3 പീസും ഉണ്ട്, നമുക്ക് സിംഗിൾ ടോപ്പ് ഉണ്ട്, രണ്ടും ഉണ്ട്. അപ്പൊ ഇതിപ്പോ 2 പീസ് ആണ് കേട്ടോ നമ്മൾ കാണിക്കുന്നത്. അതും ഇതൊക്കെ വിത്ത് ലൈനിങ്ങിൽ വരുന്ന ഒരു കളക്ഷൻ കൂടിയാണ്. 2 പീസിന്റെ ഇതിന് കളേഴ്സ് വേറെയാണ് അല്ലെ? അല്ല, ഓക്കെ. ഇത് ടോപ്പ് ഇങ്ങനെയായിരിക്കും, അതുപോലെ തന്നെ ഇതിന് പാന്റിന്റെ കളർ മാറും. ഇതിപ്പോ റെഡ് ആണെങ്കിൽ അതുപോലെ യെല്ലോയില് വരുന്നുണ്ട് കേട്ടോ. ഈ ബോട്ടം വരുന്നത് യെല്ലോയില്, ബ്ലൂയിലുണ്ട്, ബ്ലൂ ഉണ്ട്, യെല്ലോ ഉണ്ട്. അത് ടോപ്പിന്റെ കളേഴ്സ് ആണ് മാറിക്കൊണ്ടിരിക്കുക. അപ്പൊ ഇത് കോട്ടണിൽ വരുന്നത് അല്ലേ? ഓ അതെ. ഇത് മഞ്ഞ, ഇത് നീലയാണെങ്കിൽ ഇത് നീല, ഇത് മഞ്ഞയാണെങ്കിൽ ഇത് മഞ്ഞ. അതാണ് ഓക്കെ. പിന്നെ ഈ ഒരു സെക്ഷൻ വരുന്നത് ഈ ഒരു ഐറ്റം എന്ന് പറയുന്നത് ഇത് നമുക്ക് ഒരുപാട് വെർട്ടിക്കൻ കോട്ടണിൽ വരുന്ന നമുക്ക് ഒരുപാട് നമുക്ക് വരുന്ന ഒരു കളക്ഷൻ ആണ്. അതുപോലെ തന്നെ ഇതിൽ വരുന്ന ഒരു എംബ്രോയിഡറിയുടെ ഡീറ്റെയിലും കൂടിയുണ്ട്. എംബ്രോയിഡറി മാത്രമല്ല, അതുപോലെ തന്നെ പാന്റ് വരുന്നത് പ്ലെയിൻ ആണ്. ഇത്രയും ആദ്യം ഹെവി വർക്ക് ചെയ്തിട്ട് പാന്റ് പ്ലെയിൻ തന്നെയാണ് അതിന് ഭംഗി. അതിന്റെ എല്ലാം നല്ല നല്ല കളേഴ്സ് ആണ് നമുക്ക് ഇവിടെ ഇതിൽ വരുന്നത്. ബ്ലാക്ക് എന്ന് പറഞ്ഞാൽ ജെറ്റ് ബ്ലാക്ക് ആണ്, ജെറ്റ് ബ്ലാക്ക്. അതും ക്രോസ് സ്റ്റിച്ച് ഒക്കെ ആണ്. അതുപോലെ നമുക്ക് ഈ ഒരു ഐറ്റം എ ലൈനിൽ ഒരു സ്ലിറ്റ് തന്നെ, പക്ഷെ കണ്ടാൽ ഇങ്ങനെ എ ലൈൻ ഒരു മോഡൽ തോന്നുന്നത്, പക്ഷെ സ്പ്ലിറ്റ് ആണ് അല്ലേ? പിന്നെ അതുപോലെ ഫ്ലീറ്റിന്റെ ആ ഒരു വൃത്തി, അതാണ് എടുത്ത് പറയുന്നത്. ഇവിടെ ഒരു പിൻ ടെക്സ്റ്റൈല് വിത്ത് ബോട്ടം, ഒരുപാട് കളേഴ്സ്, ഇതൊക്കെ അതിന്റെ കളേഴ്സ് അല്ലേ? യെല്ലോ, ബ്ലാക്ക്, ഈ ഒരു ബോട്ടൽ ഗ്രീൻ. 4 ഷെയ്ഡ് എന്തായാലും ഒരെണ്ണത്തിൽ നമുക്ക് എന്തായാലും അത് വേറെ ഒന്നും നോക്കാനില്ല. ഇത് തന്നെയല്ലേ സംഭവം? ആ ഒരു ഡമ്മിൽ ഈ ഒരു ഡമ്മിൽ ഒരു ബ്ലാക്ക് ഇട്ടിട്ടുണ്ട്, അതുപോലെ തന്നെ ബോട്ടൽ ഗ്രീനും ഇട്ടിട്ടുണ്ട്. ഇത് രണ്ടും ഡമ്മിൽ ഇട്ടിരിക്കുന്നത് ഇവരുടെ ഒരു ഹിറ്റ് ഡിസൈൻ തന്നെയാണ്. പിന്നെ അടുത്ത ഒരു യെല്ലോ ഡിസൈൻ കണ്ട, ഒരു പോച്ചമ്പള്ളി ഇക്കത്ത് സ്റ്റൈലിലുള്ള ഡിസൈൻ, അതിന്റെ ഡിഫറെന്റ് കളർ. അതിന്റെ ഡിഫറെന്റ് കളേഴ്സ് ആണ് കേട്ടോ ഈ കാണുന്നത്. നമ്മൾ ആ ഡമ്മിൽ കാണിച്ച യെല്ലോ, അതിന്റെ പിങ്ക് ഉണ്ട്, 2 കളറല്ല, 2 കളറുള്ളൂ. നമുക്ക് ഇതും ഈ ഒരൊറ്റ ഇതിൽ തന്നെ വന്ന ഐറ്റം തന്നെയാണ്, പക്ഷെ ഇതിന്റെ 4 കളർന്ന് തന്നെ പറയാം. പക്ഷെ കോളർ നെക്കാണ് ഇതിന്റെ പ്രത്യേകത എന്ന് പറയാനായിട്ട്. അതും 2 പീസിലാണ് വരുന്നത്. റെസ്റ്റോറന്റ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ വെർട്ടിക്കലിൽ വേണോ, ചന്ദരിയിൽ വേണോ, കോട്ടണിൽ വേണോ, ഏത് ഷെയ്ഡ്, ഒരു ഷെയ്ഡ് തന്നെ എത്ര മെറ്റീരിയൽ അല്ലേ? അങ്ങനെ ഇതിലും 2 പീസ് ആണ് കേട്ടോ. കോട്ട് സെറ്റ് ആണ് മെയിൻ ആയിട്ടുള്ള. അതിന്റെ ഇടയിൽ നമ്മൾ ഇവിടം വരെ എത്തിയ സ്ഥിതിക്ക് ഇത് ഇവിടം വരെ കംപ്ലീറ്റ് ചെയ്ത് പോകാൻ വർക്കിന്റെ നമുക്ക് ഒരു 2 പീസ് സെറ്റ് ആണ് ഇത്. ഇത് വെർട്ടിക്കൻ കോട്ടണിൽ ഹാൻഡ് വർക്ക് ചെയ്തിരിക്കുന്നത്. ഇത് ഹാൻഡ് വർക്ക് അല്ല, ആക്ച്വലി ഇത് ഫുൾ വർക്ക് ഇങ്ങനെ മെറ്റീരിയൽ ഇങ്ങനെ വരുന്നതല്ലേ? ഇത് ഫുൾ ഇങ്ങനെ വർക്ക് മെറ്റീരിയൽ അങ്ങനെ തന്നെയാണ് കേട്ടോ വരുന്നത്. അപ്പൊ അതിലാണ് 2 പീസ് ചെയ്തിരിക്കുന്നത്. ഇത് വെർട്ടിക്കലിനല്ലേ? വെർട്ടിക്കലിനാണ്. വെർട്ടിക്കൽ മെറ്റീരിയൽ ഇങ്ങനെ വർക്ക് ചെയ്തിട്ട് വരുന്നതാണ്. പക്ഷേ ഹാൻഡ് വർക്ക് എന്ന് പറയുന്ന ഒരു സംഭവം ഇവരെ മുകളിലത്തെ ഫ്ലോറിൽ അല്ലേ? മുകളിലത്തെ ഫ്ലോറിൽ നിറവ് ഇരിക്കുന്നുണ്ട് കേട്ടോ. ഏറ്റവും കൂടുതലുള്ളത് മേളിലെ ഫ്ലോറിലാണ് നമുക്ക് കൂടുതൽ ഹാൻഡ് വർക്കിന്റെ വെച്ചിരിക്കുന്നത്. ഇത് നല്ല അടിപൊളിയായിട്ടാണല്ലോ. ഇത് നല്ല അടിപൊളിയായിട്ട് ആണല്ലോ. ഓണത്തിന് നമുക്ക് പറ്റിയ ഒരു ഐറ്റം ആണ്, അല്ലാണ്ട് നമുക്ക് വെയർ ചെയ്യാൻ പറ്റിയ ഒരു ഐറ്റം ആണ് ഇത്. നല്ലൊരു റയോൺ കോട്ടണിൽ ഒരുപാട് കസ്റ്റമേഴ്സ് ചോദിക്കുന്ന ഐറ്റം അല്ലേ റയോൺ? ഏതൊരു കാലാവസ്ഥയ്ക്കും യൂസ് ചെയ്യാൻ പറ്റിയ ഒരു ക്ലോത്ത് ആണ്. പിന്നെ എല്ലായിടത്തും കാണുന്നത്, എല്ലായിടത്തും ഉള്ള ഒരു സംഭവമാണ് പിങ്ക് ബ്ലോസം. അതും എല്ലാം കളർ ഷെയ്ഡില്. ഇത് 2 പീസ് തന്നെയല്ലേ? 2 കളറിൽ ഇപ്പൊ നമുക്ക് അവൈലബിൾ ആണ്. ഒരു പർപ്പിൾ ഷെയ്ഡിലും നമുക്ക് ഒരു പിങ്ക് ഷെയ്ഡിലാണ്. 2 ഷെയ്ഡിലാണ് അല്ലേ? ഓക്കെ. ഇത് കോട്ട് സെറ്റ് 2 പീസിന്റെ സിംഗിൾ കുട്ടി ആയിട്ടില്ലല്ലോ? ഇല്ല, കോട്ട് സെറ്റ് തന്നെയാണ്. നമ്മൾ കോട്ട് സെറ്റ് ആണ്. കസ്റ്റമേഴ്സിന് ഭയങ്കര നല്ല എൻക്വയറി ആണ്. നല്ല എപ്പോഴും ഏത് കസ്റ്റമേഴ്സ് വന്നാലും പിങ്ക് ബ്ലോസം ചോദിച്ചു വരുന്നതായി. ഇതും പിന്നെ ഒരു മദ്രാസി ചെക്ക് കോട്ടൺ, ഇത് രണ്ടുമാണ് മെയിൻ ആയിട്ട് ഈ പ്രശ്നത്തെ ഓണം കൊണ്ടുപോയിക്കണം. പക്ഷെ അത് നമ്മുടെ സോൾഡ് ഔട്ട് ആയിട്ടായിരിക്കണം. അത് ഞാൻ പറഞ്ഞില്ല, അത് ഇവിടെ കാണാനില്ലെങ്കിൽ അതിന്റെ അർത്ഥം അത്രയും എന്താ പറയാ, അതിന്റെ ഒരു പീസ് പോലും ഇല്ലാണ്ട് നമുക്ക് സോൾഡ് ഔട്ട് ആയി. 2 പ്രാവശ്യം വന്നു, 2 പ്രാവശ്യം നമുക്ക് സോൾഡ് ഔട്ട് ആയി. അത്രയും അത് ഒരു കാര്യം ചെയ്യും, വരുമ്പോഴേ നിങ്ങൾ രാവിലെ വിളിച്ചു ചോദിച്ചിട്ട് വരാണെങ്കിൽ ബുക്ക് ചെയ്യാ വിളിച്ചു ചോദിച്ചിട്ട് വരാൻ. വീഡിയോ പോലും ഇടാൻ പറ്റിയില്ല, കാരണം ഐറ്റം ഇവിടെ വന്നപ്പോ തന്നെ അപ്പൊ നിങ്ങൾ വിളിച്ചു വെച്ചിട്ട് അത് ബുക്ക് ചെയ്തിടാ. അല്ലെങ്കിൽ സാധനം അത്രയും പറഞ്ഞാൽ മാർക്കറ്റിൽ കിട്ടാനേ ഇല്ല. മാർക്കറ്റിൽ അതുപോലെ നമുക്ക് ഈ ഒരു എലിഫന്റ് പ്രിന്റ് ഇപ്പൊ ഞാനിപ്പോ വേറെ ചെയ്തിരിക്കുന്നതും ഇപ്പൊ അത് ഒരു എലിഫന്റിന്റെ. അതെ. ഇത് നമുക്ക് ഒരുപാട് ഇത് ഒരുപാട് ക്ലോത്തില് ഇത് ഈ ഒരു പ്രിന്റ് എന്ന് പറയുന്നത്, ഇപ്പൊ ഇതൊരു ബ്ലാക്ക് വൈറ്റ് ആണെങ്കിൽ വൈറ്റിന്റെ തന്നെ നമുക്ക് ബ്ലാക്കിലും വരുന്നുണ്ട് കേട്ടോ. ഈ ഒരു ബ്ലാക്കില്
ഈ ഒരു ബ്ലാക്കിൽ ആനയുടെ പ്രിന്റ് ഇത് ഓപ്പൺ ചെയ്തൊന്ന് കാണിച്ചു എന്നാലും അത് കറക്റ്റ് ആയിട്ട് അറിയാൻ പറ്റുള്ളൂ. ബ്ലാക്കിൽ ആന വരുമ്പോ എങ്ങനെ ഇരിക്കും. ആന തന്നെ ബ്ലാക്കാ, പിന്നെ ബ്ലാക്കിൽ ആന വരുമ്പോ എങ്ങനെ ഇരിക്കും ഇതൊന്ന് നോക്കിയേ. ആന നീലയായി മാറിയിട്ടാ ഇവിടെ വന്നപ്പോ, കണ്ടാ നീലയായി മാറി. ഇത് പിന്നെ ഇടയ്ക്ക് ഒരു ചുവപ്പും കൂടി കാണിക്കുന്നുണ്ട് കേട്ടോ, കണ്ട. അപ്പൊ ഇതില് നീലയും ചുവപ്പായിട്ടുള്ള ആനകളുടെ പ്രിന്റ്, പിന്നെ ഇടയ്ക്ക് ഒരു കൊടയൊക്കെ ഉണ്ട്. നമ്മുടെ തൃശ്ശൂർ പൂരത്തിന്റെ കൊടയൊക്കെയാണ് ഇവര് കൊണ്ടു വെച്ചിരിക്കണേ. അതുപോലെ ഇതിന്റെ ഇപ്പൊ കളേഴ്സ് ഒക്കെ കഴിഞ്ഞു കേട്ടോ. നമുക്ക് ഇത് ഒരുപാട് കളേഴ്സ് നമുക്ക് ബന്ദിനിയിലെ അല്ലെ, ബന്ദിനിയിലെ ചെറിയ ചെറിയ ഡോട്ട്സ് ഒക്കെ വന്നിട്ട് ഇത് 2 പീസ് തന്നെയാണ് തന്നെയാണ്. പക്ഷെ ഇതിന്റെ കളേഴ്സ് എല്ലാം കഴിഞ്ഞു. ലാസ്റ്റ് ഒരു കുറച്ച് കൂടുതൽ ഈ കളറാണ് നമുക്ക് റീസ്റ്റോക്ക് വന്നത്. കാരണം ഏറ്റവും കൂടുതൽ ആൾക്കാർ എല്ലാരും ചോദിക്കുന്ന മെറൂൺ, ഞാനും ചോദിക്കുന്നത് മെറൂൺ. പിന്നെ ഒന്നും നോക്കാനൊന്നുമില്ല, എല്ലാരും കൂടുതൽ ചോദിച്ചു വരുന്നതും മെറൂൺ തന്നെയാണ്. ഇത് കോട്ടൺ തന്നെയാ. ദേ വീണ്ടും ആന. ഇത് നമുക്കൊരു സ്പെഷ്യൽ ആയിട്ട് നമ്മൾ ഇറക്കിയതാ. ഓ കോട്ടണില് കേട്ടോ. അതെ, അതും ജയ്പൂരി കോട്ടണിലാണ് കേട്ടോ ഈ വരുന്നത്. പ്യുവർ അത് എന്താ പറയാ, ടോപ്പും ബോട്ടം സെയിം ആ ഒരു പ്രിന്റോടെ തന്നെയാണ്. ആക്ച്വലി ഇത് ഇങ്ങനെ കാണുമ്പോ ഭംഗിയുണ്ടാവില്ലേ? എനിക്ക് തോന്നുന്നത് ഇങ്ങനെ ഒരു ഫ്ലീറ്റ് ഒക്കെ വരുമ്പോ കണ്ട, ഇങ്ങനെ കാണുമ്പോഴാണ് അതിന്റെ ഒരു ഭംഗി. ആ ഒരു ഫ്ലീറ്റോടൊക്കെ വരുമ്പോ കാണുമ്പോ ഭംഗി. പിന്നെ കോട്ട് സെറ്റ് കൂടിയാണ്, കോട്ടൺ ആണ്. ഇതിനൊക്കെ റേറ്റ് അറിയണമെന്ന് നല്ല ആഗ്രഹമുണ്ട് അല്ലേ? വിളിക്കാല്ലേ? ആ വിളിച്ചാൽ മതി, വേറെ ഒന്നും നോക്കണ്ടാന്ന്. ഇതാ പിന്നെ ഈ ഒരു സംഭവം തുറന്നേ, ഇതും ഇത് കോട്ടൺ തന്നെയാണ്. കോട്ടണില് നമുക്ക് കോട്ടണിലാണ്. കളർ എനിക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ, നല്ല ഒരു വൈലറ്റ് ഷെയ്ഡാണ്. ഇതിന്റെ ഒരുപാട് കളർ ചേഞ്ച് നമുക്ക് ഉണ്ടാവും. ഇത് തീർന്നു, ഇതിന്റെ ഇനി ഒരു 2-3 കളേഴ്സ് മാത്രം നമുക്ക് ഇപ്പൊ അവൈലബിൾ ആയിട്ടുള്ളൂ. തീർന്നു ഇടയ്ക്കിടയ്ക്ക് പറയണ്ട. അന്ന് കട മൊത്തം സാധനം നിറഞ്ഞിരിക്കുന്നുണ്ട്. അന്ന് ബണ്ടൽ റീസ്റ്റോക്ക് വരുന്നല്ല, നമുക്ക് ഐറ്റങ്ങളൊക്കെ നമ്മൾ ബണ്ടൽ ഇനി പൊട്ടിക്കാനും കിടക്കണത്. അവിടെ നോക്കിയാൽ നിറച്ച് ബണ്ടലുകൾ ഇരിക്കണത്. ആ ലിഫ്റ്റിന്റെ അവിടെ കണ്ട, അത് ആ ഒരു സൈഡ് മൊത്തം അത് തന്നെയാണ് കേട്ടോ. ഫുൾ എന്താ പറയാ, ബണ്ടൽ നിറച്ച് കളക്ഷൻസ് ആണ്. അത് നോക്കിയിട്ട് ഒരു കാര്യമില്ല. അത് ഇനി ഇവർ ഓപ്പൺ ചെയ്യണമെങ്കിൽ ഇവിടുത്തെ ഓരോന്ന് ഇറങ്ങി പോയാൽ മാത്രമാണ് ഓപ്പൺ ആക്കുള്ളൂ. ഇനി അടുത്തതെന്ന് പറയുമ്പോൾ നമുക്ക് ഇവിടുത്തെ ധാവണി സെറ്റ് ഒന്ന് നോക്കിയാലോ. ഇതെന്താ ധാവണി സെറ്റിൻ്റെ അല്ലേ? അതെ. ആ ഒരെണ്ണം എടുത്താലോ. ഇത് ഹാൻഡ് വർക്കോട് കൂടി വരുന്നതാ. ഇത് ഹാൻഡ് വർക്കിൽ വരുന്ന ധാവണി സെറ്റാണ്. അതിന് ടോപ്പിൽ ഹാൻഡ് വർക്കാണ് മെയിൻ ആയിട്ട് വരുന്നത് കേട്ടോ. ഇതാ ടോപ്പും സ്ലീവിലും അതെ, രണ്ടിലും ഇങ്ങനെ. അത് പിടിച്ചാൽ കറക്റ്റ് ആയിട്ട് അടിയിലേക്ക് പിടിക്കും. ആ അതെ, ആക്ച്വലി ഇങ്ങനെയായിരിക്കും ഇത് ലുക്ക് വരുന്നത്. വിത്ത് ഒരു എന്താ പറയുക, സാരിയും കൂടി അതിൻ്റെ കൂടെ ഉണ്ട് കേട്ടോ. ഇപ്പോൾ സാരി ഇല്ലെങ്കിൽ ഇങ്ങനെ വേണമെങ്കിൽ ഇങ്ങനെ യൂസ് ചെയ്യാം, എങ്ങനെ വേണമെങ്കിലും. ഇപ്പോൾ 2 പീസ് ആയിട്ട് ഇങ്ങനെ, അല്ലെങ്കിൽ സാരി ആയിട്ട് അങ്ങനെ. ഇതിൻ്റെ കളേഴ്സാണ് ഇവിടെ ഇരിക്കുന്നത്. കളേഴ്സ് പറയുമ്പോൾ ഗ്രീൻ, തത്തമ്മ ഗ്രീൻ ഉണ്ട്, പിന്നെ വൈലറ്റ് ഉണ്ട്, ലാവൻഡർ ഉണ്ട്, പിന്നെ ഇതാ മുന്തിരി ഷെയ്ഡ്, ഗ്രീനില് 3 ഗ്രീൻ ഉണ്ട് കേട്ടോ. ഒരു മെഹന്തി ഷെയ്ഡും വരുന്നുണ്ട്. ഇതൊരു നമ്മുടെ ഇതായി. പിന്നെ ഒരു ധാവണി സെറ്റ് എന്ന് പറയുന്നത്, ഇത് ധാവണിയല്ല, ഇത് ടോപ്പ് ആൻഡ് സ്കേർട്ട് ആണ് മാത്രം. അപ്പൊ ഇതില്ല, ഇത് ടോപ്പ് ആൻഡ് സ്കേർട്ടിൽ വരുന്ന ഇതാണത്. ഓ അടിയിലാണ് ഇതിന്റെ വർക്ക് വരുന്നത് അല്ലേ? ഇത് നമുക്ക് ഈ ഒരു സ്കേർട്ടിന്റെ ചെയ്തിരിക്കുന്ന വർക്ക് കിട്ടും. അപ്പൊ ഇത് അടിയിൽ വൈറ്റ് ആയിരിക്കും വരുന്നത്, മുകളിൽ ഡാർക്ക് ഷെയ്ഡുകളാണ് വരുന്നത്. അതിലുണ്ട് നല്ല നല്ല കളേഴ്സ് നമുക്ക് അവൈലബിൾ ആണ്. ഈ ഒരു യെല്ലോ വരുന്നുണ്ട്, പർപ്പിൾ കളർ വരുന്നുണ്ട്. ഇതൊക്കെ അതിന്റെ ഡിഫറെന്റ് കളേഴ്സ്. 4 ഷെയ്ഡ് എന്തായാലും ഉണ്ടാവും മസ്റ്റ് ആയിട്ട്. പിന്നെ ഉള്ളത് നമ്മുടെ ഫ്രോക്ക് ആണ്, ഓണം ഫ്രോക്കാണ് അതില്ലേ? നമുക്ക് ഫുൾ ലെങ്തി ഫ്രോക്കാണ് നമുക്ക് വരുന്നത്. ഓ ഇതൊരുപാട് പ്രിന്റ്, നമുക്ക് ഇതിന്റെ വർക്ക്, ഇതിന്റെ പ്രിന്റ് വ്യത്യാസങ്ങൾ, ഇതിന്റെ പ്രിന്റുകൾ വേറെ പ്രിന്റ് ആയിട്ട് വരുന്നില്ല. അപ്പൊ ഇതിലിരിക്കുന്നതൊക്കെ ഡിഫറെന്റ് പ്രിന്റുകളാണ് പറയണത് അല്ലേ? അപ്പൊ ഇതിൽ ലോട്ടസ് പ്രിന്റും വരുന്നുണ്ട്. ഇതും ലോട്ടസ് തന്നെയാണ്, പക്ഷെ ഇതിൽ ഉണ്ട്. അതുപോലെ ഈ ഒരു പ്രിന്റ് വരുന്നുണ്ട്. ഇതൊക്കെ ഫുൾ വർക്കിലാണ് വരുന്നത്. ഇതിന്റെ പൂക്കളുടെ ഡിസൈൻ മാറും കേട്ടോ. ഇതാ ഈ ഒരു ഡിസൈൻ വരുന്നുണ്ട്, ഈ ഒരു ഡിസൈൻ വരുന്നുണ്ട്. പിന്നെ അങ്ങനെ ഇപ്പുറത്തേക്ക് ആയിട്ട് ഒരുപാട് കളക്ഷൻസ് ഉണ്ട്. പക്ഷെ എടുക്കുമ്പോൾ സെറ്റ് ആയിട്ട് തന്നെ എടുക്കണം. ഇത് നമുക്ക് ധാവണി കളക്ഷൻ ആണ്. ഇത് കേരളം ഒരുപാട് ഇപ്പോ ഈ ഒരു ധാവണി സെറ്റില് പച്ചയുണ്ട്, ലെവൻഡർ ഷെയ്ഡ് ഉണ്ട്. ഇതൊക്കെ എല്ലാവരും കയ്യിലുണ്ടാവും. പക്ഷെ ഞാൻ ഇല്ലാത്ത കളർ നോക്കിയിട്ട് തുറന്ന് കാണിച്ചു തരാൻ പോവാൻ. ബ്രൗൺ ഷെയ്ഡിൽ നല്ലൊരു എന്താ പറയുക, കോഫി ഷെയ്ഡ്. പിന്നെ പാവാട വരുമ്പോൾ ഇങ്ങനെയായിരിക്കും കേട്ടോ, പ്ലെയിൻ ആണ്. ഞാനിങ്ങനെ പിടിച്ചുതരാം, ഇങ്ങോട്ട് മുന്നിലേക്ക് വാ, എന്നാലാണ് കറക്റ്റായിട്ട് അറിയുള്ളൂ. ഇതാ ഇങ്ങനെയായിരിക്കും ഇതിൻ്റെ ലുക്ക് വരുന്നത് കേട്ടോ. ആക്ച്വലി ഇതിൽ എന്താ പറയുക, പച്ചയുണ്ട്, മറൂൺ ഉണ്ട്, ലെവൻഡർ ഉണ്ട്, പർപ്പിൾ ഷെയ്ഡ്, മുന്തിരിയുടെ ഷെയ്ഡ്, അതൊക്കെ ഉണ്ട്. ഇതായിരിക്കും ലുക്ക് വരുന്നത്. പിന്നെ ഇതിൻ്റെ സാരി വരുന്നത്
സ്ട്രൈപ്പ് ആയിട്ട് വരുന്നത് കേട്ടോ. ഒരുപാട് ഉണ്ടെന്ന് തോന്നുന്നില്ലേ ധാവണിയുടെ ഒരുപാട് കളക്ഷൻസ് ഉണ്ട്. ധാവണിയുടെ തന്നെ ഇഷ്ടം പോലെ ഉണ്ട്, ഒരുപാട് വെറൈറ്റീസ് ഉണ്ട്. ഇപ്പൊ ഇപ്പുറത്ത് നോക്കുകയാണെങ്കിൽ ഇത് 3 പീസ് ആണെന്ന് തോന്നുന്നു, 2 പീസ് തന്നെയാണ്. ഒരുപാട് നമുക്ക് റീസ്റ്റോക്ക് വന്നായിട്ടാണ് ഐറ്റംസ് ആണ്. ഇത് നമുക്ക് സ്ലീവ്ലെസ്സിൽ വരുന്ന ഒരു നമുക്ക് വിത്ത് ഉള്ളിൽ വേറെ ഇതുണ്ട്. പക്ഷെ സ്ലീവ്ലെസ് ആണ് എല്ലാം പിള്ളേർ കൂടുതൽ അന്വേഷിക്കുന്നതും. കോട്ട് സെറ്റിലൊക്കെ പിള്ളേർക്ക് ഇത് സ്ലീവ് വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ അവർ അത് വലിച്ചൂരും. അതാണ് ഇപ്പൊ ഡിമാൻഡിൽ പോകുന്നത്. ഇതാ ഇങ്ങനെ കോട്ട് സെറ്റിൽ വരുന്ന ഒരു കളക്ഷൻ കേട്ടോ. സ്ലീവ് ഉള്ളിൽ വേറെ ഉണ്ട്, അറ്റാച്ച് ചെയ്യണമെങ്കിൽ അറ്റാച്ച് ചെയ്യാം എന്നുള്ളതാണ് പറയുന്നത് കേട്ടോ. പിന്നെ ഈ ഒരു സെക്ഷനിൽ വരുമ്പോ ഇതും കൂടി ഒന്ന് നോക്കാം. ഇത് ഓപ്പൺ ചെയ്തോ. മൽച്ചന്തിരി കേട്ടോ, മൽച്ചന്തിരിയിൽ 2 പീസിന്റെ കളക്ഷൻ ആണ് വരുന്നത്. ഇതിന്റെ വർക്കാണ് എനിക്ക് കാണിക്കാനുള്ളത്. ഈ ഒരു വർക്കല്ല, ഈ ഒരു പാറ്റേൺ സൈഡ് കണ്ട ശരിക്കും പിടിച്ചാൽ അറിയാൻ പറ്റുമോ. മുകളിൽ ഇങ്ങനെ പിടിച്ച് കണ്ട സൈഡ് ആ ഒരു ഫ്ലീറ്റഡ് ആണ് വന്നിരിക്കുന്നത്. ഇതാണ് ഇതിന്റെ മെയിൻ ആയിട്ടുള്ള പാറ്റേൺ എന്ന് പറയാനായിട്ട്. പക്ഷേ ഇതിന്റെ 2 വർക്കിലാണ് കൊണ്ടുവന്നിരിക്കുന്നത്. ഏതൊക്കെയാ? 2 മോഡലാണ് കേട്ടോ. 2 മോഡലാണ് വരുന്നത്. ഇതിൽ സൈഡിൽ ഫ്ലീറ്റ് വരുന്നുണ്ട്, ഇതിൽ നടുക്കിലാണ് ഫ്ലീറ്റ് വരുന്നത്. പിന്നെ എന്താ യോക്കിൽ വർക്ക് വന്നിട്ട് ഹാൻഡ് വർക്കാണ് വന്നിരിക്കുന്നത്. ഈ ഹാൻഡ് വർക്കിന്റെ ഫിനിഷിംഗ് ആണ് അടിപൊളിയല്ലേ, നല്ല ഭംഗിയുണ്ട് കേട്ടോ. എന്നാൽ ഇനി ഹാൻഡ് വർക്കിന്റെ ഇത് ഇപ്പൊ 2 പീസ് ആയതുകൊണ്ട് ഇവിടെ വെച്ചിരിക്കുന്നത്. ഇനി ഹാൻഡ് വർക്കിന്റെ ഇവരുടെ ഓൺ പ്രൊഡക്ഷൻ ആയിട്ടുള്ള ഐറ്റംസ് മോഡലാണ്. അങ്ങോട്ട് പോയാലേ, അവിടെ പോവാല്ലേ കാണിക്കാനായിട്ട്. അപ്പൊ അങ്ങോട്ട് പോവാൻ നമുക്ക്. പിന്നെ ഈ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇത് ഫുൾ ആ ഒരു താഴത്തെ ഡിസ്പ്ലേ നമ്മൾ കണ്ടിട്ടുള്ള ധാവണി സെറ്റാണ്. എന്തായാലും നമ്മൾ തുറന്ന് കാണിച്ചിട്ടില്ല, അപ്പൊ നമുക്കൊന്ന് തുറന്ന് കാണാം. ആ ഒരു ഒരുപാട് കുറച്ച് കളർഫുൾ ആയിട്ടുള്ള ഒരു ധാവണി സെറ്റാണ്. അതെ, അത് താഴത്തെ ഡിസ്പ്ലേയില് പല കളേഴ്സ് വരുന്നുണ്ട് കേട്ടോ. എന്തായാലും സാരി ഉടുപ്പിക്കുക, ഉടുത്തോ. ഇതെന്തായാലും ഇങ്ങനെ വെച്ച് കാണിച്ചു തരാം എങ്ങനെയുണ്ട് ഇതിൻ്റെ ലുക്ക് വരുന്നത്. ഇങ്ങനെ പിടിക്കൂ, ഒരു മിനിറ്റ് കേട്ടോ, ഞാൻ ഈ സാരിയും കൂടി ഒന്ന് സെറ്റ് ആക്കട്ടെ. അപ്പോൾ ആ കളറ് വരുമ്പോഴാണ് നിങ്ങൾക്ക് ആ ഒരു വർക്ക് അറിയാൻ പറ്റുള്ളൂ. വിട്ടു അതെ, ആ സ്കാലപ്പിൽ വർക്ക് വന്നിട്ടുണ്ട്. ഇങ്ങനെയായിരിക്കും ഇതിൻ്റെ. ഞാനിപ്പോൾ അവിടെ പിടിക്കാം. ബാക്കിയുള്ളതൊക്കെ പിടിച്ചോട്ടാ. ഇപ്പോൾ ഇതിൽ 4-5 ഷെയ്ഡ് വരുന്നുണ്ട്. ഇപ്പോൾ ഇതിൽ തന്നെ ഒരു കോഫി കളർ വരുന്നുണ്ട്, പിന്നെ ഇതാ ഗ്രീൻ, ബോട്ടിൽ ഗ്രീൻ വരുന്നുണ്ട്, പിന്നെ ഈ ഒരു ഷെയ്ഡ് ഓറഞ്ച് ബ്രിക്ക് ഓറഞ്ച് ഷെയ്ഡ് വരുന്നുണ്ട്, ബ്രിക്ക് ഓറഞ്ച്, പിന്നെ ഒരു ഡാർക്ക് ബ്ലൂ ഷെയ്ഡ് വരുന്നുണ്ട്. അപ്പോൾ ഇത് ജസ്റ്റ് ഇങ്ങനെ ഇട്ട് കാണിച്ചൊന്നും വേണം. നിങ്ങൾ കൊടുക്കുമ്പോൾ ഇങ്ങനെ ധാവണി പോലെയൊക്കെ നല്ല ധാവണി പോലെ അല്ലെങ്കിൽ ഇങ്ങനെ ലൂസായിട്ട് എങ്ങനെ വേണമെങ്കിലും സെറ്റ് ആക്കാൻ പറ്റും. അപ്പോൾ അവിടെ കൂരി പോകണം, അവിടെ വെച്ചു ഇനി പോവാം നമുക്ക് മുകളിലേക്ക്. പിന്നെ ഞങ്ങൾ ഈ സ്റ്റെപ്പ് വഴിക്ക് നടക്കണത് നോക്കണ്ട, നിങ്ങൾക്ക് വരുമ്പോൾ നിങ്ങൾക്ക് ലിഫ്റ്റ് ത്രൂ ഒക്കെ കയറി വരാനുള്ള സൗകര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ ഇവിടെ. ഇനി നമുക്ക് മുകളിലത്തെ ഫ്ലോറിലേക്ക് പോകാം. ഇവിടെയാണ് നമ്മുടെ ഫുൾ 3 പീസിന്റെ കളക്ഷൻ. നമുക്കിന്ന് കാണിക്കാൻ പോണത് പരിയാണ്, ഹാൻഡ് വർക്ക് പരിയാണ് നമുക്ക് ഇന്ന് കാണിക്കാൻ പോണത്. കാണിച്ചു തരില്ലേ? കാണിച്ചു തരില്ലേ? ആന്ന് പറ. മതി. എവിടെന്നാ തുടങ്ങണ്ടേ, ഏതാ കാണിക്കണ്ടേ? ഏറ്റവും കൂടുതൽ ആള് പറഞ്ഞു എന്നോട് ഇതാണ് 10-15 അല്ല അതിൽ കൂടുതൽ പ്രാവശ്യം നമുക്ക് റീസ്റ്റോക്ക് വന്നിട്ട് താരയുടെ ഈ വർക്ക്, ഈ ഒരു ഐറ്റം താര വർക്ക്. ഇതിനെങ്ങനെയാ പറയാ? താര വർക്ക്. അപ്പൊ ഇവരെ താര വർക്ക് ഒരു ഹിറ്റ് ഡിസൈൻ ആണ്. വന്നിട്ട് മെഗാ ഹിറ്റ് തന്നെ പറയാം, അത്രയ്ക്ക് ഭയങ്കര എൻക്വയറിയാണ്. ഇത് 3 പീസ് ആണ് വരുന്നത്. ഇത് ടോപ്പ് ആൻഡ് ദുപ്പട്ട ആയിട്ടാണ് വരുന്നത്. ഓ അങ്ങനെ, ഓക്കെ. ദുപ്പട്ട വരുമ്പോ ഈ സെക്ഷനിലാണ് വരുന്നത് അല്ലേ? ഇതിന്റെ കളേഴ്സ് വേണമെങ്കിൽ നോക്കി വെച്ചോട്ടെ. ഇത്രയും കളേഴ്സ് ഒരുപാടുണ്ടായിരുന്നു, നമുക്ക് എല്ലാം കഴിഞ്ഞു. എപ്പോ വന്നാലും ഇപ്പൊ ഇന്നലെ ഞാൻ വന്ന ഐറ്റം ഒരുപാട് പിന്നെയും പോണ ഒരു ഐറ്റം കൂടിയാണ് അല്ലെ. പിന്നെ ഈ ഒരു ഇതും ടോപ്പ് ആൻഡ് ദുപ്പട്ട തന്നെ. ഓക്കെ, ദുപ്പട്ട മോള് പിടിച്ച് കാണിച്ചു കൊടുത്തേ. വിചിത്ര അമ്മയ്ക്ക് പകരം നിക്കാളതാ. തുറന്ന് കാണിച്ചു കൊടുത്തേ. കണ്ട, ഇതാണ് ടോപ്പും ഇതിന്റെ ഒരുപാട് കളേഴ്സ് നമുക്ക് അവൈലബിൾ. ഓ, ദുപ്പട്ട കണ്ട ഇങ്ങനെ കാണിച്ചു കൊടുക്കും, മുഖം പറയരുത്. കേട്ടാ, ഇതാണ് കളക്ഷൻ. അപ്പൊ ഇതിന്റെ കളേഴ്സ് കാണണ്ടേ? ഇത്രയും കളേഴ്സ് വരുന്നുണ്ട് കേട്ടോ ഇതില്. ഈ കളേഴ്സിൽ ഏത് ഇഷ്ടമുള്ളത് വേണമെങ്കിലും എടുക്കാം, പക്ഷെ സെറ്റ് ടു സെറ്റ് ആണ് എടുക്കേണ്ടത് കേട്ടോ. പിന്നെ വരുന്ന ഒരു കളക്ഷൻ നമുക്ക് ബഡ്ജറ്റ് ഫ്രണ്ട്ലി വരുന്ന ഒരു ടോപ്പ് ആൻഡ് ഹാൻഡ് വർക്ക് ആണല്ലേ വരുന്നത്. മെയിൻ ആയിട്ട് ഹാൻഡ് വർക്കിന്റെ ഹാൻഡ് വർക്കാണ് നമുക്ക് ഇവിടെ ഏറ്റവും കൂടുതൽ മൂവിങ്. അതും കൂടുതൽ ഈ ജോർജറ്റ് മെറ്റീരിയലായിരിക്കും ഈ ഒരു ഹാൻഡ് വർക്കിന്റെ കളക്ഷൻസ് വരുന്നത്. ഇതാണ് ഇതിന്റെ യോക്കില് ഭയങ്കര പെർഫെക്ഷൻ. എല്ലാരും പറയുന്നത് ഭയങ്കര എവിടെ നിന്ന് എടുത്താലും ഇത്രയും നല്ല ഇത് കിട്ടില്ല നമുക്ക് ഇവിടെ വരുന്നതിന്റെ ഒരു കസ്റ്റമർ പറയണത് അല്ലെ. കസ്റ്റമർ ആണല്ലോ, അവര് പറയണതല്ലേ വേദവാക്യം എന്ന് പറയുന്നത്. അടിപൊളിയാണ് കേട്ടോ. ഇതിന്റെ ഒരുപാട് കളേഴ്സ് നമുക്ക് ചേഞ്ച് ഉണ്ട്. പിന്നെ വരുന്നത് കളേഴ്സ് ഇഷ്ടം പോലെ ഉണ്ട്. പിന്നെ ഇത് ഒരു മെറ്റീരിയൽ എന്ന് പറയുമ്പോൾ ഈ ഒരു മെറ്റീരിയൽ എനിക്ക് കാണിക്കണം എന്നുണ്ട്.
ഡബിൾ ഷെയ്ഡാണ് ഇത് ഇത് വരുന്നത്. നമുക്കൊരു ഫെൻഡി ക്ലോത്തിൽ വരുന്ന ഒരു ഡബിൾ ഷെയ്ഡും കൂടിയാണ് കേട്ടോ. നല്ലൊരു അടിപൊളി ഷെയ്ഡാണ്. ഇതിൽ ബ്ലൂ ഒക്കെ നോക്കിയാൽ അതും നമുക്ക് ടോപ്പ് ആൻഡ് ദുപ്പട്ടയിലാണ് വരുന്നത്. ഫുൾ സ്ലീവിലാണ് ചെയ്തിരിക്കുന്നത്. അപ്പൊ ഞാൻ പറഞ്ഞത് എന്താ പറയാ തിരിച്ചെടുത്തിരിക്കണം. ഞാൻ പറഞ്ഞത് ജോർജറ്റിൽ മാത്രമാണ് കൂടുതൽ ഹാൻഡ് വർക്ക് കളക്ഷൻസ് ചെയ്യാറുള്ളത്. സ്ലീവിൽ വന്നിരിക്കുന്ന ഒരു ഐറ്റാണ്. ഇതും നമുക്ക് ഒരുപാട് നമ്മൾ ചെയ്തിരുന്ന ഒരു ഐറ്റാണ്. നല്ല ഭംഗിയുണ്ടല്ലേ അത്. ഇതിന്റെ യൂസ് ചെയ്യാൻ പറ്റിയ ഒരു ഐറ്റാണ്. നെക്കാണ് മെയിൻ ആയിട്ട് എടുത്ത് കാണിക്കാനുള്ളത് കേട്ടോ. നെക്കൊക്കെ നല്ല അടിപൊളി ആയിട്ടുണ്ട്. പിന്നെ ഇതിലുമുണ്ട് 4-5 ഷെയ്ഡ്സ് വരുന്നത്. പിന്നെ വരുന്ന കളക്ഷൻ എന്ന് പറയുന്നത് ഈ ഒരു ടോപ്പ് ഓൺലിയാണ്. ഇത് ടോപ്പ് ഓൺലിയാണ്. നമുക്ക് ടോപ്പ് ഓൺലി അല്ലേ, അനാർക്കലി, സെമി അനാർക്കലി സ്റ്റൈലില്. ഇത് ഫുൾ സ്ലീവിലാണ് ഇങ്ങനെ വെച്ചൊന്ന് കാണിച്ചു കൊടുക്ക്. ദുപ്പട്ട മാത്രം കാണിച്ചു കൊടുക്കാണ്ട് കണ്ടാ ഇങ്ങനെ ആയിരിക്കും വർക്ക് വരുന്നത്. ഇതില് നമുക്ക് അനാർക്കലി സ്റ്റൈലിലാണ് വരുന്നത്. പാനൽ വർക്ക് ആണ് ഇതിൽ വന്നിരിക്കുന്നത്. പിന്നെ ഇതിന്റെ ഫുൾ സ്ലീവ് ആണ് അല്ലേ, ഫുൾ സ്ലീവ് ആണ്. പിന്നെ അതിന്റെ കളേഴ്സ് നോക്കിയേ, ഒരുപാട് കളേഴ്സ്. അതിൽ 4 ഷെയ്ഡാണ് കേട്ടോ ഇത് വരുന്നത് മെയിൻ ആയിട്ട്. അപ്പൊ അങ്ങനെ ഇത് നമുക്ക് 9 ഷെയ്ഡ് ഉണ്ട് ഇതിനകത്ത്. 9 ഷെയ്ഡ് വരുന്നുണ്ട് കേട്ടോ. പിന്നെ അതിന്റെ തന്നെ ഒരു ഹാൻഡ്ലൂം ഒരു ഇതാണ് നമുക്ക് ഹാൻഡ് വർക്കിൽ അല്ലേ. ഹാൻഡ് വർക്ക് എന്ന് പറയുമ്പോൾ ഒരു ഫ്ലോർ നിറച്ച്, അതും ഇവരുടെ തന്നെ പ്രൊഡക്ഷൻ. പിന്നെ പോരാത്തന്നെ ഈ ഒരു വർക്ക് എന്ന് പറയുമ്പോൾ ഇവർ ഓൺ ചെയ്തിട്ടുള്ള വർക്ക് കാര്യങ്ങളൊക്കെയാണ് കേട്ടോ. ഈ ഒരു യോക്കിലത്തെ ഓരോരോ ഡിസൈൻ കാര്യം ചിലപ്പോൾ യു ആയിരിക്കും, ചിലപ്പോൾ വി ആയിരിക്കും. പിന്നെ നിങ്ങൾ ശ്രദ്ധിച്ചോ ഇല്ലെന്ന് എനിക്കറിയില്ല. ഞാൻ ഇട്ടിരിക്കുന്നത് ഇന്ന് പോലെ നമുക്ക് ഒരു കസ്റ്റമർ പറഞ്ഞതേ ഉള്ളൂ, നമുക്ക് എവിടെ നിന്ന് ഹാൻഡ് വർക്ക് എടുത്താലും നമുക്ക് അത്രയും മുഫേന്ന് എടുക്കുന്ന പോലത്തെ ഒരു പെർഫെക്ഷൻ കിട്ടുന്നില്ല. മോഫാന്ന പറയാ. മുഫാന്ന നേരത്തെ പറഞ്ഞ പോലെ തോന്നി. ഓക്കെ. അപ്പൊ ഞാൻ നേരത്തെ പറയാൻ വന്നത് ഈ ഒരു വർക്ക് മാത്രല്ല, നിങ്ങൾ ഞാൻ ഇട്ട ഒരു ഹാൻഡ് വർക്ക് നിങ്ങൾ ശ്രദ്ധിച്ചോ ഇല്ലെന്ന് എനിക്കറിയില്ല. ഇത് നമുക്ക് ഒരുപാട് റീസ്റ്റോക്ക് കസ്റ്റമർ, ഇതാള് പറഞ്ഞാലും പറഞ്ഞില്ലെങ്കിൽ ഞാൻ പറയും. ഒരുപാട് റീസ്റ്റോക്ക് ചെയ്ത ഒരുപാട് അടിപൊളി ഒരു കളക്ഷൻ ആണ്. ഇത്തിരി ലൂസാണ്, ഞാൻ അത് പിന്നിൽ ഇത് വെച്ചിട്ടൊക്കെ അഡ്ജസ്റ്റ് ചെയ്തിട്ടുണ്ട്. പക്ഷെ ബാക്കി ഇവിടെ കൊണ്ട് നല്ല അടിപൊളിയാണ് കേട്ടോ. പിന്നെ വിത്ത് ലൈനിങ് ആണ്. പിന്നെ ഇതിന്റെ എത്ര കളർ ഷെയ്ഡ്സ് ഉണ്ടെന്ന് അറിയട്ടെ. ഞാൻ ഇത് ഇട്ട് കഴിഞ്ഞപ്പോഴാണ് ഇപ്പൊ ഈ ഒരു പിങ്ക് ഷെയ്ഡ് കണ്ടത്. ഇവിടെ നോക്കിയപ്പോൾ ഈ ഒരു പിങ്കും നല്ല അടിപൊളിയാണ്. പിന്നെ അതുകൂടാണ്ട് ഇതിന്റെ കളേഴ്സ് ഹൽവ കഷ്ണം പോലെ എന്നല്ലേ ഇതാ കളേഴ്സ് ഇരിക്കണ വേണ്ട. അപ്പോൾ കളേഴ്സും അടിപൊളി കളേഴ്സ്, റെഡ്, മറൂൺ, മുന്തിരി ഷെയ്ഡ്, ബ്ലാക്ക്, ലെവൻഡർ, അങ്ങനത്തെ ഷെയ്ഡുകളാണ്. പിന്നെ ഇതിലും ഉണ്ട് റെസ്റ്റോറന്റ് ഷെയ്ഡ് വരുന്നുണ്ട് കേട്ടോ. എനിക്കത് ഇഷ്ടപ്പെട്ടു. ഇത് വിചിത്ര സിൽക്കിൽ വരുന്ന ഒരു 2 പീസ് താര, അത് തന്നെ താര കളക്ഷൻ. ദുപ്പട്ടയിൽ കുറച്ച് സ്കാലപ്പ് ഒക്കെ വരുന്നത്. ദുപ്പട്ട ആള് പിടിക്കുന്നത് വന്നത് കണ്ടാ, പിടിച്ച് കാണിച്ചു കൊടുക്കാന്നാ. തിരിച്ച പിടിച്ചെടുക്കണേ. ഇതാ ദുപ്പട്ടയിൽ വരുന്ന ഒരു അല്ല സോറി ദുപ്പട്ട വിത്ത് ദുപ്പട്ട വരുന്ന ഒരു കളക്ഷൻ ആണിത്. ഇത് വിചിത്രയിലാണ്. അപ്പൊ ജോർജറ്റ് വിചിത്ര ഇപ്പൊ ഫെൻഡി ആയി. അങ്ങനെ ഇഷ്ടംപോലെ മെറ്റീരിയൽസിൽ നിങ്ങൾക്ക് ഹാൻഡ് വർക്ക് കാണാൻ പറ്റും. ഇതൊരു കളക്ഷൻ. അത് കൂടാണ്ട് നമുക്ക് വേറൊരു കളക്ഷൻ കൂടി നോക്കാം. കളക്ഷൻ ഇഷ്ടംപോലെ ഉണ്ട്. ഇതൊരു സിൽവർ ബേസ് ആണ് അല്ലെ, ബ്ലാക്ക് തന്നെ ആയിക്കോട്ടെ. സിൽവർ ബേസിൽ ഇതൊക്കെ സെയിമാ? ഇല്ല മാം, ഇത് വേറെ അല്ലേ. ദുപ്പട്ട തന്നെ. ഇതിന്റെ വർക്കാണ് കുറച്ച് എനിക്ക് എടുത്ത് കാണിക്കാനുള്ളത്. സംഭവം ബ്ലാക്ക് പറഞ്ഞാൽ എല്ലാവർക്കും ഇഷ്ടമാണ്. പോരാത്തന്നെ ഇതിന്റെ സിൽവർ വർക്ക് വരുമ്പോൾ അതിന്റെ പ്രത്യേക കോപ്പർ സിൽവർ എല്ലാം കൂടി മിക്സ് ആയിട്ടുള്ള ഒരു ഷെയ്ഡാട്ടോ. ഗോൾഡും കൂടി അല്ല, നല്ല ഭംഗിയുണ്ടാ. ഇനിയിപ്പോൾ എൻ്റെ ഭംഗി കൊണ്ട് ഡ്രസ്സ് ഭംഗിയായതാണോ ഡ്രസ്സിൻ്റെ ഭംഗി കൊണ്ട് ഞാൻ ഭംഗിയായതാണെന്ന് ആകെ കൺഫ്യൂഷനിലാണ് നിൽക്കുന്നത്. എന്തായാലും അടിപൊളി വർക്ക് കാര്യങ്ങളൊക്കെയാണ് വരുന്നത്. ഇതിലുണ്ട് ഒരുപാട് കളേഴ്സ് വരുന്നത്. ഇത് പിന്നെ നമ്മൾ ഇട്ട് കാണിച്ചത് ഇത് ഫെൻഡിയിൽ വരുന്ന ഒരു കളക്ഷൻ. ഒരുപാട് കളേഴ്സ് നമുക്ക് ഉണ്ടായിരുന്നു. ഒരുപാട് ഇത് പാർട്ടി വെയർ എന്ന് പറഞ്ഞാൽ ഇത് ഭയങ്കര ഇതാ, കസ്റ്റമേഴ്സിന് ഇപ്പൊ വന്നാലും ഭയങ്കര ഇഷ്ടമുള്ള ഒരു ഐറ്റാണ്. അതെ, ഫെൻഡി പറയുമ്പോൾ പ്രത്യേകിച്ച് ഒരു പാർട്ടി വെയർ മെറ്റീരിയൽ തന്നെയാണ്. അതിൽ പിന്നെ ഹാൻഡ് വർക്ക് കയറ്റി കഴിഞ്ഞാൽ പിന്നെ പറയേ വേണ്ട. അതിൽ സ്ലീവിൽ നമ്മൾ വർക്ക് ചെയ്തിട്ടുണ്ട്. ഫുൾ ഹാൻഡ് ആണ്, ഫുൾ സ്ലീവ് ആണല്ലേ. അതിൽ വർക്ക് വന്നിട്ടുണ്ട് കേട്ടോ. സ്ലീവിന്റെ ഈ ഒരു പോർഷനിൽ വരുന്നത് എനിക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ. ഇത് നല്ല ഭംഗിയാണ്. അതിനും നല്ല നല്ല ഷെയ്ഡ്സ് വരുന്നുണ്ട്. ഇത് മാത്രമല്ല ഒരു ഇതൊക്കെ വരുന്നത്. എന്നാൽ സിമ്പിൾ വേണ്ട ഒരു സിമ്പിൾ വർക്ക് വന്നിട്ടുണ്ട്. ഫുൾ സ്ലീവിലാണ് ഈ ഒരു വർക്ക് വന്നിരിക്കുന്നത്. ഇത് അത് വർക്ക് കൂടുന്നതിനനുസരിച്ച് റേറ്റ് കൂടും, വർക്ക് കുറവിനനുസരിച്ചിട്ട് റേറ്റ് കുറയും. എന്നാൽ ഇവിടുത്തെ റേറ്റ് എന്ന് പറയുമ്പോൾ 299 രൂപ തൊട്ട് നമുക്ക് ഇവിടെ കുർത്തീസ് അവൈലബിൾ ആണ് കേട്ടോ. അപ്പം അങ്ങനെ കളക്ഷൻസ് നമുക്ക് ഇവിടെ കിട്ടുന്നതായിരിക്കും. പിന്നെ ഈ ഒരു സെക്ഷൻ ഒക്കെ നല്ല നല്ല ഡാർക്ക് ഷെയ്ഡുകളാണ് മെയിൻ ആയിട്ടുള്ളത് കേട്ടോ. എലൈൻ സ്റ്റൈലിലാണ് വരുന്നത്. ഇതിലുമുണ്ട് വർക്ക്. സൂപ്പർ. ഇത് നമുക്ക് ടോപ്പ് ഓൺലി ആണ്. ഇതൊക്കെ എത്ര വിറ്റാലും പിന്നെയും ഒരു ഡിമാൻഡ് ആണ് അല്ലേ? തീർച്ചയായും. അതെ, എത്ര വിറ്റാലും ഇതൊരു ഭയങ്കര ഡിമാൻഡ് ആയിട്ടുള്ള ഒരു സംഭവം കേട്ടോ. ഇത് ടോപ്പ് മാത്രമാണ് കേട്ടോ ഇത് വരുന്നത്. കണ്ടോ, ഇതിലും ഒരു വൈറ്റ് ബീഡ് വർക്ക് ഉണ്ട്.
വർക്ക് കയറ്റാൻ പറ്റുന്നതൊക്കെ പരമാവധി കയറ്റി വരിക. അപ്പൊ അതിന്റെ കളേഴ്സാണ് ഇവിടെ മൊത്തം ഇരിക്കുന്ന ഒരു കളേഴ്സ് എന്ന് പറയുന്നത്. പിന്നെ നോക്കുകയാണെങ്കിൽ ഈ കാണിച്ച സംഭവം നമ്മൾ ഈ ബണ്ടൽ കാണിച്ചതൊക്കെ തന്നെയാണ് ഇവിടെ ഈ ഫുൾ ഹാങ് ചെയ്തിരിക്കുന്നത്. ഇത് ഫുൾ സാമ്പിൾസ് ആണ് കേട്ടോ ഈ കാണുന്നത്. ഇത് ഒരുപാട് നമുക്ക് റീസ്റ്റോക്ക് വന്ന റൈറ്റാണ്. ഇത് നീലയിലത്തെ മാത്രം ഒരു നീല ഫാമിലി എന്ന് പറയാം അല്ലെ. ലൈറ്റ് കളറിലെ കസ്റ്റമേഴ്സ് ഒരുപാട് നമുക്ക് ഇപ്പൊ ഒരു ഭയങ്കരമായിട്ട് നിൽക്കുന്ന ഒരു കളറാണ് ഈ കളർ അല്ലേ. ഇതും ഹാൻഡ് വർക്കില് ഇത് ഓപ്പൺ നല്ലൊരു ഭംഗിയായിരിക്കും ഈ ഒരു കളറിൽ വെയർ ചെയ്താല്. എല്ലാ കസ്റ്റമേഴ്സിനും നല്ലൊരു ഞങ്ങൾ ദുപ്പട്ട പിടിച്ച് നിൽക്കാൻ റെഡിയാണ് ഇവിടെ. കണ്ട ഇങ്ങനെ വരും. ഇതിന്റെ ഒരു അനാർക്കലി സ്റ്റൈലാണ് കേട്ടോ. പാനൽ വർക്കാണ് വരുന്നത്. ദുപ്പട്ട എവിടെ മഞ്ചത്തി കുട്ടി? ദുപ്പട്ട എവിടെ? ദുപ്പട്ട ദുപ്പട്ട ഇത് പിടിക്കും ഇങ്ങനെ. ഇത് പിടിക്കും. അമ്മയ്ക്ക് പകരം നിക്കണതാ. അമ്മയ്ക്ക് വയ്യാത്ത കാരനെ ദേ ഇങ്ങനെ വരും ദുപ്പട്ട ഇടുമ്പോ. കാണിച്ചു കൊടുത്തടാ. കണ്ട ഈശോയെ എന്റെ പൊന്നു. അച്ചുടാ ഇത് വെക്ക് മേത്ത് വെക്ക്. കണ്ടാ കാണണ്ട നീ ഇതൊക്കെ. ഇതാണ് കേട്ടോ ലുക്ക് വരുന്നത്. എന്തായാലും എക്സലും അല്ല സോറി എക്സ്ട്രാ സ്മോൾ സൈസ് ഒന്നും ഇല്ലാത്തത് ഭാഗ്യം. അല്ലെങ്കിൽ ഈ കുട്ടിയൊക്കെ അടിച്ചു മാറ്റി ഓണർ കുട്ടി. ഓക്കെ അപ്പൊ ഈ ഒരു സെക്ഷൻ മൊത്തം ഇത് തന്നെയാ വരുന്നത് അല്ലെ. ഫുൾ ഹാൻഡ് വർക്കിന്റെ കളക്ഷൻ. എന്തായാലും ഇത് 3 പീസ് കളക്ഷനും കൂടെ നമുക്ക് ഇവിടെ ആഡ് ചെയ്തു. ഈ 3 പീസ് എന്ന് പറയുമ്പോൾ എങ്ങനെയാ ഉദ്ദേശിക്കണേ? 3 പീസിന്റെ കളക്ഷനിൽ ഈ ദാമിന്റെ പോർഷനിലാണ് കേട്ടോ വർക്ക് വന്നിരിക്കുന്നത്. ഇത് സട്ടൽ ആയിട്ടുള്ളത്. ഇപ്പൊ വല്ലാണ്ട് ഇങ്ങനെ ജഹാജിൽ അങ്ങനത്തെ ഒന്നും വേണ്ടാന്ന് വെച്ചാൽ അവർക്കുള്ളത്. ദുപ്പട്ട പാന്റ് പിന്നെ നമ്മൾ റെഡിയാണ് പിടിച്ച് നിൽക്കാനായിട്ട്. അപ്പൊ ദുപ്പട്ടയും പാന്റ് എടുക്കാം. അങ്ങനെ 3 പീസിന്റെ ഒരു കളക്ഷൻ ആണ് ഇത് വരുന്നത്. പിന്നെ വരുന്ന ഒരു കളക്ഷൻ കോട്ടണില്. ഈ കോട്ടൺ അല്ലേ. ഇതൊക്കെ നന്നായി മൂവിങ് ആവണ ഒരു സംഭവം കേട്ടോ. കോട്ടണില് അല്ലേ. ഇത് 3 പീസാ? 3 പീസ്. ദുപ്പട്ടയ്ക്ക് വേണ്ടി വെയിറ്റിംഗ് കൊടുത്തോ. ഇത് ടോപ്പ്. എന്താ കൊടുക്ക്. ഇങ്ങനെയായിരിക്കും കേട്ടോ 3 പീസിന്റെ ഒരു ലുക്ക് വരുന്നത്. ഇത് പ്രിന്റഡ് ഇഷ്ടം പോലെ മാറി മാറി നിങ്ങൾക്ക് കിട്ടും. അതുപോലെ ഇതിൽ ഈ കളർ അല്ലാണ്ട് നിങ്ങൾക്ക് ഈ ഒരു ബ്ലൂ ഷെയ്ഡും വരുന്നുണ്ട്. അങ്ങനെ 3 പീസിന്റെ ഒരു കളക്ഷൻ കേട്ടോ. ഇത് ദുപ്പട്ട നോക്കി നല്ല മൽക്കോട്ടന്റെ ദുപ്പട്ട പ്രിന്റഡ് ആയിട്ട് വരുന്നത്. കോട്ടന്റെ എത്ര വെറൈറ്റി വേണം? ഇതാ 3 പീസിന്റെ. ഇതൊക്കെ വന്ന് നിങ്ങൾ വീഡിയോ കോൾ ചെയ്ത് നോക്കാൻ, വീഡിയോ കോൾ ചെയ്തിട്ട് കാണണമെങ്കിൽ കാണാം, അല്ലെങ്കിൽ വന്ന് നോക്കണമെങ്കിൽ വന്ന് നോക്കാം. എങ്ങനെയായാലും കുഴപ്പമില്ല. പക്ഷെ ഇവിടെ നമുക്കിപ്പോൾ 365 ഡേയ്സ് ഇപ്പോൾ ഓപ്പൺ എന്ന് പറയാൻ പറ്റും. കാരണം സീസൺ സമയത്തൊക്കെ സൺഡേ ഓപ്പൺ ആണല്ലോ. ഓ ഞാൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു മൽച്ചന്ദരിയിൽ 3 പീസ് ഉണ്ടോ എന്നുള്ളത്. മാം ചോദിച്ചിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് നല്ല ത്രെഡ് വർക്കിൽ വരുന്നത്. നല്ല ത്രെഡ് വർക്കിൽ ഒരു വീനെക്കില് നടുക്കിൽ ഇങ്ങനെ ഫ്ലീറ്റ് ഒക്കെ വന്നിട്ടുള്ളത് ഒരു മൽച്ചന്ദരിയിൽ. ഇത് പാൻറ്. പിന്നെ ഇത് ദുപ്പട്ട എന്ന് പറ. അങ്ങനെ 3 പീസിന്റെ ഒരു കളക്ഷൻ കേട്ടോ. പിന്നെ നമ്മൾ ഈ ഓണത്തിന്റെ കുറെ കളക്ഷൻസ് ആ മുകളിലും അടിയിലൊക്കെ ആയിട്ട് ഇങ്ങനെ സ്റ്റോക്ക് നിറഞ്ഞിരിക്കുകയാണ്. പിന്നെ എക്സാക്ട് ലൊക്കേഷൻ ഒന്ന് പറഞ്ഞാൽ നമുക്ക് അവസാനിപ്പിച്ചാലോ? ലൊക്കേഷൻ ഒന്ന് പറഞ്ഞാൽ നമ്മളെ ഇവിടെ നിൽക്കണേ ഇങ്ങനെയാന്നുള്ളത് അത് നമ്മുടെ ആള് പറയൂലേ. എനിക്കറിയില്ല, ഞാൻ ഈ നാട്ടുകാരിയല്ലെന്ന്. വാ ലൊക്കേഷൻ വാ. ലൊക്കേഷൻ പറയാൻ ഇവിടെ മെയിൻ ആള് വന്നിട്ടുണ്ട്. അല്ലെങ്കിൽ ഈ കുട്ടീനെ ഞങ്ങൾ ഇറക്കുപ്പോ ആ കുട്ടീനോട് ഇറക്കിച്ച് ലൊക്കേഷൻ കറക്റ്റ് ആയിട്ട് പറപ്പിക്കും. ലൊക്കേഷൻ ഒക്കെ കറക്റ്റ് ആയിട്ട് ഒന്ന് പറഞ്ഞാൽ. അതുപോലെ തന്നെ എങ്ങനെയാണോ ഓപ്പൺ സൺഡേ ഓപ്പൺ ആണോ അങ്ങനത്തെ കാര്യങ്ങൾ. ലൊക്കേഷൻ വരുന്ന ഗോപാലപ്രഭു റോഡ്. നമുക്കിപ്പോൾ MG റോഡ് വഴി വരികയാണെങ്കിൽ റെയ്മണ്ടിന്റെ ഷോറൂം ഉണ്ട്. അതിന്റെ സൈഡിലൂടെ ഉള്ള വഴിയാണ്. പിന്നെ നമുക്ക് മാർക്കറ്റ് വഴിയും നമുക്ക് വരാൻ പറ്റും. മുന്നത്തെക്കാലം ഈസിയാന്ന് എല്ലാവരും പറയുന്നുണ്ട് വരാനായിട്ട്. വരാൻ ഈസി എന്ന് പറയണതിന്റെ കാര്യം ഒന്നാമത്തെ 3 ഫ്ലോർ ആയിട്ടുള്ള ഒരു ബിൽഡിങ്ങിൽ നമുക്ക് നിൽക്കാനും ഇരിക്കാനും എല്ലാത്തിനും സൗകര്യങ്ങളും കൂടുതലാണ്. രണ്ടാമത്തേന്ന് പറയണത് 3 ഫ്ലോർ തന്നെയല്ല, മാർക്കറ്റിന്റെ കുറച്ചുകൂടി അടുത്തേക്കായി മാറി. മറ്റേത് മാർക്കറ്റിൽ നിന്ന് കുറച്ച് വ്യത്യാസമായിട്ട് ഇരിക്കുന്ന ആൾക്കാരായിരുന്നല്ലോ. അപ്പൊ ഈ കുറച്ചുകൂടി അടുത്തേക്ക് വരുമ്പോൾ നമുക്ക് വരാൻ എളുപ്പമാണ്. തൊട്ടപ്പുറത്തപ്പുറത്ത് എല്ലായിടത്തും കടകളായതുകൊണ്ട്. അപ്പൊ ഇതാണ് ലൊക്കേഷൻ വരുന്നത്. ഇനിയിപ്പോ വണ്ടിയായിട്ട് പാർക്ക് ചെയ്യുന്നവർക്കാണെങ്കിൽ ഇവിടെ ഫെസിലിറ്റി ഉണ്ട്. ഇവിടെ പാർക്കിംഗ് ഫെസിലിറ്റീസ് ഉണ്ട്. ട്രെയിൻ ആയിട്ട് വരുന്നവർക്ക് സൗത്ത് ലൈനിലും രണ്ടും അടുത്താണ്. 2 കിലോമീറ്ററിന്റെ ഉള്ളിലാണ് രണ്ടും വരുന്നത്. ബസ്സായിട്ടാണെങ്കിൽ നിങ്ങൾ മേനക ബസ് സ്റ്റോപ്പിലാണ് ഇറങ്ങുന്നത്. ബ്രോഡ്വേ ആ ഭാഗത്താണ് ഇറങ്ങുന്നത്. അവിടുന്ന് വാക്കിംഗ് ഡിസ്റ്റൻസ് ആണ് ഉള്ളത് കേട്ടോ. അപ്പൊ എങ്ങനെ വേണമെങ്കിലും ഒന്ന് വിളിച്ച് ചോദിച്ചാൽ മതി. അപ്പോൾ വിളിച്ച് ചോദിച്ചു കഴിഞ്ഞാൽ സ്ക്രീനിൽ നമ്പർ കൊടുത്തിട്ടുണ്ട്. നമ്പറിൽ ഒന്ന് വിളിച്ച് ചോദിച്ചു കഴിഞ്ഞാൽ ലൊക്കേഷൻ വേണമെങ്കിൽ ഇട്ട് തരുന്നതായിരിക്കും. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഈ പുതിയ വിശേഷങ്ങൾ. ഞാൻ എന്താ പറയുക, ഇനോഗ്രേഷൻ എന്ന് പറയുന്നത്. ഇനോഗ്രേഷൻ കഴിഞ്ഞിട്ടുള്ള ഫസ്റ്റ് വീഡിയോ. ഇനി ഇത് കഴിഞ്ഞാൽ ചിലപ്പോൾ ഒരു 6 മാസം കഴിഞ്ഞിട്ട് ഇനി അടുത്ത ഒരു വലിയ കടയിലേക്ക് ഇവരുടെ തന്നെ കയറാനുള്ള ഒരു ഭാഗ്യം കൂടി ഉണ്ടാവട്ടെ അല്ലേ? അതല്ലേ? ചിലപ്പോ ഈ കുട്ടിയായിരിക്കും അടുത്ത ഭാഗ്യം വലിയൊരു 5 ഫ്ലോറിലേക്ക് കൊണ്ടുവരാൻ പോകുന്നത്. ചേച്ചി ഒന്നും ഇങ്ങനെയൊന്നും പറയില്ല. പക്ഷെ ഇതൊക്കെ നമ്മുടെ ഒരു പ്രാർത്ഥന, ദൈവത്തിന്റെ അനുഗ്രഹമാണ്. അതൊക്കെ നമ്മൾ തമാശക്കോടെ പറയണതൊക്കെ ചില നമ്മൾ വിചാരിച്ചിട്ടുണ്ടോ ഇങ്ങനെ? അത് പറയുമ്പോ ശരിക്കും പറയാം എനിക്ക്
വിചാരിച്ചിട്ടുണ്ടായിരുന്നു, ആഗ്രഹം ഞാൻ വിചാരിച്ചിട്ടില്ല. കാരണം ഇവരുടെ ഒരു ഫസ്റ്റ് സിറ്റുവേഷൻ എന്ന് പറയുമ്പോൾ അത്രയും ചെറിയൊരു കട എന്ന് പറഞ്ഞാൽ നമുക്ക് ഒരാൾക്ക് നടക്കാനുള്ള ഒരു ഗ്യാപ്പ്, കുറച്ച് സാധനങ്ങൾ, അത്രയും ഒരു ഗ്യാപ്പിലാണ് ഇവരുണ്ടായിരുന്നത്. ഞാൻ ഫസ്റ്റ് വീഡിയോ എടുക്കാൻ പോകുമ്പോൾ തന്നെ പോരാത്തിന് ഫസ്റ്റ് ഫ്ലോറിലും കൂടിയാണ്, ഇവർ താഴത്തും കൂടിയല്ല, ഫസ്റ്റ് ഫ്ലോറിലാണ്. അവിടെ നിന്ന് നമ്മൾ ആ ഒരു വീഡിയോ ഇട്ടതിൻ്റെ ഒരു എഫക്റ്റ് ഉണ്ട്, മാറ്റം വന്നു. പിന്നെ കുറൊക്കെ എന്താ പറയാ, നമ്മുടെ ഹാർഡ് വർക്ക് എല്ലാം കൂടി അങ്ങോട്ട് ഒത്തു വന്നപ്പോൾ നമുക്ക് ഇങ്ങനെ മൂന്നാമത്തെ ഒരു കട എന്ന് പറയുമ്പോൾ ഈ ഒരു 3 ഫ്ലോറിലായിട്ട് അങ്ങനെ വെക്കാനുള്ള ഒരു ഭാഗ്യം അത് കിട്ടി. ഇനി അടുത്തത് ഒരു 5 ഫ്ലോർ ആവട്ടെ കേട്ടാ. അപ്പൊ അടുത്തൊരു പുതിയ വീഡിയോ ആയിട്ട് കാണാം. ടിൽ ദെൻ ബൈ, താങ്ക് യു, ബൈ പറ. അയ്യോ ആവുന്നില്ലേ കുട്ടിക്ക്. ശരി കേട്ടോ.